السلام عليكم ورحمة الله وبركاته. بسم الله الرحمن الرحيم. الحمد لله رب العالمين. الصلاة والسلام على سيدنا محمد وآله وصحبه أجمعين. رب اشرح لي صدري ويسر لي أمري واحلل عقدة من لساني يفقهوا قولي. അല്ലാഹു നമ്മുടെ ഈ സംഗമം അവൻ അനുഗ്രഹീതമായൊരു സദസ്സായി നമ്മിൽ നിന്ന് കബൂലാക്കുമാറാവട്ടെ. ആമീൻ. നമ്മുടെ കുറേ സഹോദരന്മാർ ഹജ്ജും ഉംറയും നിർവഹിക്കാൻ വേണ്ടി വിശുദ്ധ നാടുകളിൽ എത്തിച്ചേർന്നു. അല്ലാഹു അവർക്കൊക്കെ ആഫിയത്തോടുകൂടെ സിഹത്തോടുകൂടെ ആത്മസംതൃപ്തിയോടുകൂടെ എല്ലാ ആരാധന കർമ്മങ്ങളും നിർവഹിക്കാനുള്ള തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. മറ്റു കുറേ ആളുകൾ ഈ വേദിയിൽ തന്നെ പോവാൻ സമയം കാത്തിരിക്കുന്നു. അല്ലാഹു അവർക്കൊക്കെയും നല്ലത് വർത്തിക്കാനുള്ള തൗഫീഖ് നൽകുമാറാവട്ടെ. നമ്മുടെ ഈ പള്ളിയുടെയും ക്ലാസിൻ്റെയൊക്കെ ദർസിൻ്റെയും സജീവ പ്രവർത്തകരായ മുസ്തഫ മാസ്റ്റർ ഇന്നലെ എന്നെ ബന്ധപ്പെട്ടിരുന്നു. നിങ്ങളോടൊക്കെ അന്വേഷണം പറയാനും ദുആ ചെയ്യാനും അദ്ദേഹം ഏൽപ്പിച്ചിട്ടുണ്ട്. ഹജ്ജിലാണ്. അല്ലാഹു അവർക്കൊക്കെ സന്തോഷം പ്രദാനം ചെയ്യട്ടെ. ഈ വരുന്ന ജൂൺ 3-ന് കേരളത്തിൽ ഭൗതിക വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ മധ്യവേനൽ അവധിക്ക് ശേഷം തുറന്നു പ്രവർത്തിക്കുകയാണ്. നിരവധിയായ കുട്ടികൾ അക്ഷരമുറ്റത്തേക്ക് ആദ്യ ചുവടുകൾ വയ്ക്കുന്നു. മറ്റു പലരും അവരുടെ പഠന മികവ് അനുസരിച്ച് അടുത്ത ക്ലാസ്സുകൾ പഠനം നടത്താൻ പുസ്തകങ്ങളും സംവിധാനങ്ങളും ഒരുക്കി കാത്തിരിക്കുന്നു. ഇത്തരമൊരു പശ്ചാത്തലത്തിൽ വിദ്യാഭ്യാസത്തെക്കുറിച്ച് ചില കാര്യങ്ങൾ ഓർമ്മപ്പെടുത്തുന്നത് സംഗതമാണെന്ന് നമുക്കെല്ലാവർക്കും അറിയാം. ഇൻഷാ അല്ലാഹ് അല്ലാതെ ദീർഘിപ്പിക്കാതെ ഏതാനും ചില കാര്യങ്ങൾ മാത്രം സൂചിപ്പിച്ച് നമുക്ക് ദുആ ചെയ്ത് പിരിയണം. അല്ലാഹു അനുഗ്രഹിക്കുമാറാവട്ടെ. പരിശുദ്ധ ഇസ്ലാമിനെ സംബന്ധിച്ചിടത്തോളം വിദ്യാഭ്യാസം, അതിനുവേണ്ടിയുള്ള അധ്വാനം, പ്രവർത്തനം, പഠനം, പാഠനം ഏറ്റവും വലിയ സത്കർമ്മമായി കണക്കാക്കിയ ഒരു മതമാണ് ഇസ്ലാം. അതുകൊണ്ട് തന്നെ പഠനത്തിന് മതം നൽകുന്ന ഗൗരവം അറിയുന്നവർക്കൊക്കെയും പഠനം, അധ്വാനം, ഗവേഷണം, ആവശ്യകരമായ രീതിയിൽ വൈജ്ഞാനികമായ പുരോഗതി ഉണ്ടാക്കിയെടുക്കൽ, ഇതൊക്കെ വളരെ സീരിയസ് ആയിട്ട് എടുക്കാനേ പറ്റും. അതൊരു വലിയ ജിഹാദായി, ആത്മസേവനമായി ഓരോ വിശ്വാസിയും മനസ്സിലാക്കുന്നു. അതുകൊണ്ടാണ് പരിശുദ്ധ ഇസ്ലാം ചരിത്രത്തിൽ ഇതുവരെയും വൈജ്ഞാനിക രംഗത്ത് അഭൂതപൂർവമായ പ്രവർത്തനങ്ങളും പ്രോത്സാഹനങ്ങളും നൽകുന്നത്. നമുക്കറിയാം, ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ വിജ്ഞാനത്തെയാണ് ഏറ്റവും കൂടുതൽ സഹാബത്തിനോട് പ്രേരിപ്പിച്ചുകൊണ്ടിരുന്നത്. അവിടുന്ന് പല ഘട്ടങ്ങളിലും വിജ്ഞാനത്തിൻ്റെ പ്രാധാന്യം അവരെ ബോധ്യപ്പെടുത്തിക്കൊണ്ടിരുന്നു. അത് വ്യക്തമായ വർത്തമാനങ്ങളിലൂടെയും അവിടുത്തെ പ്രവൃത്തികളിലൂടെയും നമുക്കറിയാം. ബദർ യുദ്ധം തീർത്തും അനിവാര്യമായൊരു ഘട്ടത്തിൽ നടന്ന പ്രതിരോധ സമരമായിരുന്നു. ആ ബദർ യുദ്ധത്തിൽ എല്ലാവിധ ആയുധശേഷിയോടും കൂടെ കടന്നു വന്ന ശത്രുക്കൾക്ക് വമ്പിച്ച പതനം സംഭവിച്ചു. അവരിൽ നിന്ന് 70 പേരെ മുസ്ലിങ്ങൾ ബന്ദികളാക്കി. അത് യുദ്ധത്തിൻ്റെ ഒരു രീതിയാണ്. അതിൻ്റെ നൈതികതയെക്കുറിച്ചൊന്നും തൽക്കാലം ഞാൻ ഇപ്പോൾ സംസാരിക്കുന്നില്ല. ആ ബന്ദികളോട് വളരെ മര്യാദപൂർവം പെരുമാറാൻ ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ കൽപ്പിക്കുകയും ഏതെങ്കിലും രീതിയിലുള്ള മോചനദ്രവ്യം നൽകുന്നവരെയൊക്കെയും തുറന്ന് സ്വതന്ത്രരാക്കാൻ അവിടുന്ന് നിർദ്ദേശിക്കുകയും ചെയ്തു. മോചനദ്രവ്യം നൽകാൻ കഴിയാത്ത ആളുകളിൽ അക്ഷരജ്ഞാനമുള്ളവർക്ക് ഹബീബായ നബി തങ്ങൾ നൽകിയ ഓഫർ, സഹാബികളിൽ നിന്ന് ഏതെങ്കിലും ഒരാൾക്ക് അക്ഷരം പഠിപ്പിച്ചു കൊടുത്താൽ നിങ്ങളെ മോചിപ്പിക്കുമെന്നായിരുന്നു. നമ്മൾ ആലോചിച്ച് നോക്കുക.
അനിവാര്യമായ ഘട്ടത്തിൽ ആയുധമെടുത്ത സഹാബാക്കിറാം കഠിനാധ്വാനം ചെയ്ത് ശത്രുക്കളിൽ ഉന്നതന്മാരാകുന്ന 70 പേരെ പിടിച്ചു വെച്ചിട്ട് അവരെ നിഗ്രഹിക്കുന്നതിന് യാതൊരു തടസ്സമില്ല. അവരെ കാലാകാലം അടിമകളായി വെക്കുന്നതിനും അന്നത്തെ സാമൂഹിക സാഹചര്യത്തിൽ യാതൊരു തടസ്സമില്ല. പക്ഷേ തൻ്റെ കൂട്ടത്തിൽപ്പെട്ട നിരക്ഷരനായ ഏതെങ്കിലും ഒരു മനുഷ്യന് അക്ഷരം പഠിപ്പിച്ചു കൊടുത്താൽ അവരെ തുറന്നു വിടുമെന്ന്, സ്വതന്ത്രരാക്കുമെന്ന് ലോകത്ത് ഏതെങ്കിലും ഒരാൾ കൽപ്പിച്ചിട്ടുണ്ടെങ്കിൽ അത് മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളായിരിക്കും. അക്ഷരജ്ഞാനത്തിനും വിദ്യാഭ്യാസത്തിനും മതം നൽകുന്ന പരിഗണനയുടെ പ്രായോഗികമായൊരു ഉദാഹരണം പറഞ്ഞതാണ് ഞാൻ. രക്തസാക്ഷിയുടെ ഇസ്ലാമിന് വേണ്ടി ഒഴുക്കിയ നിണത്തുള്ളികളെക്കാളും പണ്ഡിതന്റെ പേനയിൽ നിന്ന് ഊർന്നിറങ്ങുന്ന മഷിക്കു പ്രാധാന്യമുണ്ടെന്ന് മതം പഠിപ്പിച്ചു. അതുകൊണ്ട് തന്നെ ഇസ്ലാമിക ലോകം പുഷ്കലമായി നിലനിന്ന കാലഘട്ടത്തിലൊക്കെ വൈജ്ഞാനികമായ മഹാവിപ്ലവങ്ങൾ ലോകത്തിന് കാണാനായി. തീർച്ചയായും പരിശുദ്ധ ഇസ്ലാമിന് മതപരമായ വിജ്ഞാനത്തിൽ കൂടുതൽ പ്രതിപത്തിയുണ്ട്. പലപ്പോഴും നമ്മളിങ്ങനെ സംസാരിക്കുന്നത് കേട്ടാൽ തോന്നും ഭൗതിക വിദ്യാഭ്യാസത്തെ ഒരേ കണ്ണുകൊണ്ട് കാണാണ് ഇസ്ലാം. രണ്ടും പഠിക്കേണ്ടതുണ്ട്, രണ്ടും പ്രോത്സാഹിപ്പിക്കുകയും ചെയ്തിട്ടുണ്ട്. പക്ഷേ ഒരു മനുഷ്യന്റെ വ്യക്തി ജീവിതത്തിൽ അവൻ പാലിക്കേണ്ട മര്യാദകൾ ഓരോ വ്യക്തിയും പഠിക്കേണ്ടതുണ്ട്. എങ്ങനെയാണ് കുളിക്കേണ്ടത്, എങ്ങനെയാണ് അന്നം കഴിക്കേണ്ടത്, എങ്ങനെയാണ് മനുഷ്യനെ ഡീൽ ചെയ്യേണ്ടത്, എങ്ങനെയാണ് കച്ചവടം നടത്തേണ്ടത്, ഇത് മതപരമായി ഓരോ വ്യക്തിയും പഠിക്കേണ്ടതുണ്ട്. നേരെ മറിച്ച് ശാസ്ത്ര സാങ്കേതിക വിദ്യാഭ്യാസം എല്ലാവരും പഠിക്കണം എന്നൊന്നുമില്ല. അതിന് കുറേ ആളുകൾ പഠിച്ചാൽ മതി. അപ്പോൾ പലപ്പോഴും നമ്മൾ ഈ വിദ്യാഭ്യാസത്തെക്കുറിച്ചുള്ള പ്രഭാഷണങ്ങളിലും എഴുത്തുകളിലുമൊക്കെ ഇസ്ലാം ഭൗതിക വിദ്യാഭ്യാസത്തിന് തുല്യ പ്രാധാന്യം നൽകി എന്നൊക്കെ കേൾക്കാറുണ്ട്. അത് അതിശയോക്തിപരമാണെന്ന് പറയാതെ വയ്യ. കാരണം രണ്ട് രീതിയിലുണ്ട് നമ്മുടെ പഠനം. ഒന്ന് ഫർള് ഐൻ, മറ്റൊന്ന് ഫർള് കിഫായ. ഫർള് ഐൻ എന്ന് പറഞ്ഞാൽ വ്യക്തി ബാധ്യതയാണ്. എങ്ങനെയാണ് നിസ്കരിക്കേണ്ടത് ഓരോ വ്യക്തിയും പഠിച്ചിരിക്കണം. എങ്ങനെയാണ് സർജറി നടത്തേണ്ടത് ഓരോരുത്തരും പഠിക്കേണ്ട കാര്യമില്ല. എങ്ങനെയാണ് നോമ്പെടുക്കേണ്ടത് ഓരോ വ്യക്തിയും നിർബന്ധമായും പഠിച്ചിരിക്കണം. പക്ഷേ എങ്ങനെയാണ് ഒരു കെട്ടിടത്തിന് പ്ലാൻ നിർമ്മിക്കേണ്ടത് എല്ലാവരും പഠിക്കേണ്ടതില്ല. എങ്ങനെയാണ് വാതിലും എങ്ങനെയാണ് ജനലും നിർമ്മിക്കേണ്ടത് എല്ലാവരും പഠിക്കേണ്ട. എങ്ങനെയാണ് കൊല്ലപ്പണി നടത്തുക എല്ലാവരും പഠിക്കേണ്ടതില്ല. അപ്പോ മതപരമായ വിജ്ഞാനത്തിന് കുറേ രീതിയിൽ പ്രാധാന്യം കൂടുതലാണ്. അത് മനസ്സിലാക്കാതെ ഇതിങ്ങനെ ജനറൽ ചെയ്തിട്ട് ഇസ്ലാമിൽ ഭൗതിക വിദ്യാഭ്യാസത്തിന് യാതൊരു വ്യത്യാസമൊന്നുമില്ല എന്നൊന്നും പറയുന്നത് മതത്തോട് ചെയ്യുന്ന നീതിയാവൂല. ഈ കാര്യം നമ്മൾ ആദ്യം ഉൾക്കൊള്ളണം. മതവിദ്യാഭ്യാസം നേടൽ ഓരോ വ്യക്തിക്കും ബാധ്യതയാണ്, നിർബന്ധമായി അവൻ ചെയ്യേണ്ടതാണ്. എങ്കിലേ അവന് നിസ്കാരം നടത്താൻ പറ്റൂ, നോമ്പെടുക്കാൻ പറ്റൂ, മതം പറയുന്ന ശുദ്ധീകരണം നടത്താൻ പറ്റൂ, മതം പറയുന്ന സംസ്കാരം ഉൾക്കൊണ്ട് ജീവിക്കാൻ പറ്റുള്ളൂ. മതപരമായ വിദ്യാഭ്യാസം ഓരോരുത്തർക്കും വ്യക്തിപരമായി തന്നെ ബാധ്യതയാണ്. എന്നാൽ സാങ്കേതിക വിദ്യാഭ്യാസമോ ഇസ്ലാം അതിനെ ധാരാളമായി പ്രോത്സാഹിപ്പിച്ചു. ഫർള് കിഫായ എന്ന് പറഞ്ഞാൽ സാമൂഹിക ബാധ്യത എന്നാണ് അർത്ഥം. സാമൂഹിക ബാധ്യത പറഞ്ഞാൽ എന്താ? ആ കാര്യങ്ങൾ നടത്താൻ മുസ്ലിം സൊസൈറ്റിയിൽ ആരെങ്കിലുമൊക്കെ ഉണ്ടായിരിക്കണം, അല്ലെങ്കിൽ എല്ലാവരും കുറ്റക്കാരായിത്തീരും. ഏതെങ്കിലും ഒരാളത് നിർവഹിച്ചാൽ എല്ലാവരും അതിൽ നിന്ന്, ആ കുറ്റത്തിൽ നിന്ന് രക്ഷപ്പെടുകയും ചെയ്യും. അപ്പോ നേരത്തെ പറഞ്ഞതായ കുറെ സംഗതികൾ, ഒരു സിവിൽ എഞ്ചിനീയർ സമൂഹത്തിൽ ആവശ്യമാണ്, ഡോക്ടർ ആവശ്യമാണ്, അതല്ലെങ്കിൽ ഒരു കാർപ്പന്റർ ആവശ്യമാണ്, ഒരു ഗോൾഡ് സ്മിത്ത് ആവശ്യമാണ്. പക്ഷെ എല്ലാവരും സ്വർണ്ണപ്പണി പഠിക്കണം, എല്ലാവരും കൊല്ലപ്പണി പഠിക്കണം. സാങ്കേതിക പഠനത്തിനും മതപഠനത്തിനും ഒരേ പ്രാധാന്യമാണ്. ഇസ്ലാമിൽ അതിലൊരു വേർതിരിവില്ല എന്നൊക്കെ പറയുന്നത് അതിശയോക്തികരമാണ്. വ്യക്തിപരമായി പഠിക്കേണ്ടതാണ് മതപരമായ വിജ്ഞാനം. അത് മതപരമായ വിജ്ഞാനത്തിന്റെ കുറേ വിശാല മേഖലകളുണ്ട്. അതെല്ലാവരും വ്യക്തിപരമായി പഠിച്ചോളണം എന്നൊന്നുമില്ല. ഇപ്പൊ ഫത്വ ചോദിച്ചാൽ കൃത്യമായി മറുപടി പറയാൻ പറ്റുന്ന ഒരു പണ്ഡിതൻ സമൂഹത്തിൽ എപ്പോഴും വേണം. അങ്ങനെ എല്ലാ മുസ്ലിമും പഠിക്കേണ്ടതില്ല.
എല്ലാവരും മുഫ്തിയാവണ്ട, എല്ലാവരും ഖത്തീബാവണ്ട, എല്ലാവരും പ്രഭാഷകരും മുദരിസും ആവേണ്ടതില്ല. അതൊക്കെ ആവശ്യമാണ് സാമൂഹികമായി. അപ്പോൾ ആരെങ്കിലുമൊക്കെ അത് നിർവഹിച്ചിരിക്കണം. എന്നാൽ വ്യക്തിപരമായ വിദ്യാഭ്യാസം, മതപരമായ വിദ്യാഭ്യാസം, ഖുർആൻ ഓതേണ്ടതിൻ്റെ നിയമങ്ങൾ, തജ്വീദിൻ്റെ മസ്അലകൾ, ഇതൊക്കെ എല്ലാവരും പഠിച്ചിരിക്കണം. അതുകൊണ്ട് തന്നെ അതിൻ്റെ പ്രാധാന്യം കൂടുതലുണ്ട്. എന്നാൽ പരിശുദ്ധ ഇസ്ലാം ഭൗതികമായ കാര്യങ്ങളെ നിരുത്സാഹപ്പെടുത്തല്ല, നന്നായിട്ട് പ്രോത്സാഹിപ്പിക്കുക തന്നെയാണ്. അത്രമേൽ ഒരു ശദീദായ രീതിയിൽ, വളരെ ശക്തമായ രീതിയിൽ ഹദീസിന്റെ മാനദണ്ഡ പ്രകാരം സ്വഹീഹല്ലെങ്കിലും ഹബീബായ നബിയിൽ നിന്ന് ഉദ്ധരിക്കപ്പെടുന്ന നമ്മളൊക്കെ പഠിച്ച ഒരു വാക്യമാണ് തുലുബുൽ ഇൽമ വലൗ ബിസ്വീൻ. ചൈനയിൽ പോയെങ്കിലും വിദ്യ അഭ്യസിക്കണം. അതിന് വേറെ രീതിയിലുള്ള ചില വിശദീകരണങ്ങളൊക്കെ ഉണ്ട്. തുലുബുൽ ഇൽമ വലൗ ബിസ്വീൻ, നീ ചൈനയിലാണെങ്കിൽ പോലും വിദ്യ പഠിക്കണം എന്നും അതിനൊരർത്ഥം പറയാൻ പറ്റും. അപ്പോ ചൈനയിൽ നിന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അന്നത്തെ കാലത്ത് പ്രത്യേകിച്ചും പഠിക്കാൻ പറയുന്ന വിജ്ഞാനം മതപരമായ വിദ്യ അല്ല എന്ന് ഉറപ്പാണ്. കാരണം അന്ന് മതപരമായ വിദ്യയുടെ ഏറ്റവും പ്രധാനപ്പെട്ട കേന്ദ്രം മദീന ഷരീഫ് തന്നെയാണ്, മദീന മുനവ്വറ തന്നെയാണ്. അപ്പൊ ചൈനയിൽ പോയിട്ടെങ്കിലും നിങ്ങൾ വിദ്യ നേടണം എന്ന് പറയുന്നത് ഈ സാങ്കേതിക വിദ്യാഭ്യാസം തന്നെ. ഇന്ന് ലോകത്തിന്റെ വലിയൊരു ഭാഗത്തെ അത് വൈജ്ഞാനികമായും സാങ്കേതികമായും ബിസിനസ് പരമായും നിയന്ത്രിക്കുന്നത് ഈ ചൈന തന്നെ. അവിടെ പോയെങ്കിലും നിങ്ങൾ വിദ്യ പഠിക്കണം എന്ന് ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത് സാങ്കേതിക വിദ്യാഭ്യാസം, ഭൗതിക വിദ്യാഭ്യാസം തന്നെയാണ്. പരിശുദ്ധ ഖുർആനിലും നമ്മളോട് പറയുന്ന പല സൂക്തങ്ങൾ നമ്മൾ പരിശോധിക്കാം. അവിടെയൊക്കെ ഈ ആത്മീയതയിലൂടെ മാത്രം മുന്നോട്ട് പോയിട്ട് ഭൗതിക വിജ്ഞാനത്തെയും സാങ്കേതിക പഠനങ്ങളെയും മാറ്റിവെക്കുന്ന രീതിയല്ല കാണുന്നത്. ഏറ്റവും നല്ല വിജയികളാകുന്ന മുഅ്മിനീങ്ങളെ പരിചയപ്പെടുത്തുന്നിടത്ത് പരിശുദ്ധ ഖുർആൻ 2-ാം അധ്യായം സൂറത്തുൽ ബഖറയുടെ 201-ാമത്തെ വചനത്തിൽ അല്ലദീന യഖൂലൂന റബ്ബനാ ആതിനാ ഫിദ്ദുനിയാ ഹസന വഫിൽ ആഖിറതി ഹസനൻ വഖിനാ അദാബന്നാർ. ആരാ യഥാർത്ഥ വിശ്വാസികൾ? അവർ പ്രാർത്ഥിച്ചുകൊണ്ടേയിരിക്കും, റബ്ബനാ ആതിനാ ഫിദ്ദുനിയാ ഹസന, പടച്ചവനെ ഞങ്ങൾക്ക് ഈ ദുന്യാവിൽ നന്മ വേണം, വഫിൽ ആഖിറതി ഹസനത്തൻ, ആഖിറത്തിലും ഞങ്ങൾക്ക് നന്മ വേണം, വഖിനാ അദാബന്നാർ, ആരാരുമില്ലാത്ത അതിദുർഘടമാകുന്ന ഒരു സന്ദർഭമായ അദാബുന്നാർ, അദാബുൽ ഖബർ, അദാബുൽ മഹ്ശർ, അത്തരം ഭീതിതമായ രംഗങ്ങളിൽ ഞങ്ങൾക്ക് ഇനി തുണയേകണം. അപ്പൊ ആഖിറത്തിനെയും ദുന്യാവിനെയും ഒന്നിച്ചൊരുമിച്ച് കൂട്ടി മുന്നോട്ട് പോകുന്നവനാണ് ഏറ്റവും നല്ല വിജയം. അല്ലദീന യഖൂലൂന റബ്ബനാ ആതിനാ ഫിദ്ദുനിയാ ഹസന, ദുന്യാവിൽ നന്മ വേണം. ദുന്യാവിലെ നന്മ പറഞ്ഞാൽ എന്താ? ദുന്യാവിലെ നന്മ എന്ന് പറഞ്ഞാൽ സാമ്പത്തികമായ അഭിവൃദ്ധിയാണ്, സാങ്കേതികമായ പരിജ്ഞാനമാണ്, ജീവിത സൗകര്യങ്ങളാണ്, ഉട്ടുടുക്കാനുള്ള ഡ്രസ്സും കഴിക്കാനുള്ള ഭക്ഷണവും ആവശ്യത്തിനുള്ള സംവിധാനങ്ങളുമാണ്. ഇതൊന്നുമില്ലാത്ത വിധം ദുന്യാവിൽ നന്മയെ നമുക്ക് മനസ്സിലാക്കാൻ പറ്റില്ല. മഹാനായ മൂസാ നബി അലൈഹി സ്വലാത്തു വസ്സലാം നടത്തുന്ന ഒരു പ്രാർത്ഥന സൂറത്തുൽ അറാഫിന്റെ 154 വചനങ്ങളിലൊക്കെ നമുക്ക് കാണാൻ പറ്റും. ഏകദേശം സെയിമാണ്. വക്തുബ് ലനാ ഫീ ഹാദിഹി ദുനിയാ ഹസന വഫിൽ ആഖിറ, വക്തുബ് ലനാ ഫീ ഹാദിഹി ദുനിയാ ഹസന, പടച്ച റബ്ബേ ഞങ്ങൾക്ക് ഈ ദുന്യാവിൽ നന്മ നൽകണം, വഫിൽ ആഖിറ, ആഖിറത്തിലും. അതിന്റെ ശൈലി കുറച്ചും കൂടി ഗൗരവമാണ്. ദുന്യാവിൽ ഞങ്ങൾക്ക് നന്മ നൽകണം, വഫിൽ ആഖിറ, ആഖിറത്തിലും. അതെന്തുകൊണ്ട് രണ്ടിനെയും ഒരുമിച്ച് കൂട്ടി പറയുന്നു? ദുന്യാവിൽ നന്മയുണ്ടെങ്കിലേ ആഖിറത്തിലും അത് നമുക്ക് വിജയിപ്പിച്ചെടുക്കാൻ പറ്റുള്ളൂ. ദുന്യാവിൽ നന്മയുടെ ഭാഗമാണ് ആരോഗ്യം. ആരോഗ്യം ഉണ്ടെങ്കിലേ നമുക്ക് തഹജ്ജുദ് നിസ്കരിക്കാൻ പറ്റുള്ളൂ. ദുന്യാവിലെ നന്മയുടെ ഭാഗമാണ് സാമ്പത്തികമായ അഭിവൃദ്ധി. അതുണ്ടെങ്കിലേ നമുക്ക് മക്കളെ വേണ്ട വിധം പോറ്റി വളർത്താൻ പറ്റുള്ളൂ. അതുണ്ടെങ്കിലേ നമുക്ക് സക്കാത്ത് കൊടുക്കാൻ പറ്റുള്ളൂ. അതുണ്ടെങ്കിലേ നമുക്ക് ദീനീപരമായ സംരംഭങ്ങളിൽ ചെലവഴിക്കാൻ പറ്റുള്ളൂ. അതുണ്ടെങ്കിലേ നമുക്ക് മര്യാദക്ക് ജീവിച്ച് മുന്നോട്ട് പോകാൻ പറ്റുള്ളൂ. ആരുടെയും മുന്നിൽ ഓച്ചാനിച്ച് നിൽക്കുന്നതിനെ മതം പ്രോത്സാഹിപ്പിക്കുന്നേയില്ല. ഒരു സ്ഥിരം സക്കാത്ത് വാങ്ങലുകാർ ഉണ്ടാവണമെന്ന് മതത്തിന് യാതൊരു നിഷ്ഠയില്ല. ഇസ്ലാമിന്റെ പുഷ്കലമായ കാലഘട്ടങ്ങളിൽ സക്കാത്തിന്റെ കൃത്യമായ വിനിയോഗം മുഖേന സക്കാത്ത് വാങ്ങാൻ പ്രാപ്തിയുള്ള, ദാരിദ്ര്യമുള്ള, അല്ലെങ്കിൽ അതിന്റെ വിശേഷണങ്ങളൊത്ത ആളുകൾ ഇല്ലാതെയായി എന്നത് ചരിത്രമാണ്. സ്ഥിരമായി കുറെ ആളുകൾ ഇങ്ങനെ വാങ്ങാനായിട്ട് നിൽക്കുക. ഞങ്ങളൊക്കെ സ്ഥിരം കിട്ടുന്ന ആൾക്കാരാണെന്നുള്ളൊരു വിചാരം അവർക്ക് തന്നെ വരിക.
അങ്ങനൊന്നും മതം പറയണില്ല, തീർച്ചയായിട്ടും ഇല്ല. എല്ലാവരെയും ഒരു തുല്യ വിധാനത്തിലേക്ക് എത്തിക്കാനാണ് സക്കാത്ത് സംവിധാനം പോലും. അപ്പോ ദുന്യാവിൽ ഐശ്വര്യം ഉണ്ടെങ്കിലേ ഈ കാര്യങ്ങളൊക്കെ നമുക്ക് നടത്തി കൊണ്ടുപോകാൻ പറ്റുള്ളൂ. അതുകൊണ്ട് ദുന്യാവിന് വലിയ പ്രാധാന്യമുണ്ട്. റബ്ബനാ ആതിനാ ഫിദ്ദുന്യാ ഹസന. അപ്പൊ സാങ്കേതിക വിദ്യാഭ്യാസം ആവശ്യമായി വരും. നേരത്തെ പറഞ്ഞത് മറക്കരുത്, എല്ലാവരും ഒരേ സാധനം പഠിച്ചോളണമെന്നില്ല. എല്ലാവരും ഭൗതികമായുള്ള കോഴ്സുകളൊക്കെ നമ്മൾ പരിശോധിക്കുകയാണെങ്കിൽ 10,000-കണക്കിന് കോഴ്സുകൾ വരും. ഇതെല്ലാം കൂടി ഒരാൾക്ക് ജീവിതകാലം മുഴുവൻ അധ്വാനിച്ചാലും പഠിക്കാൻ പറ്റൂല. അതുകൊണ്ടാണ് അതൊക്കെ ഫർള് കിഫായിലേക്ക് മാറുന്നത്. ഫർള് കിഫ എന്ന് പറഞ്ഞാൽ നിർബന്ധം തന്നെയാണ്, പക്ഷെ സാമൂഹിക ബാധ്യതയാണ്. അപ്പൊ ഖുർആനിൽ നല്ല വിശ്വാസികളെ പരിചയപ്പെടുത്തുന്നിടത്തൊക്കെയും ദുന്യാവിനുകൂടെ പ്രാധാന്യം നൽകുന്നുണ്ട്. ആഖിറത്തിനെ മാത്രം വിചാരിച്ചു പോകുന്നവരല്ല. അതുകൊണ്ട് തന്നെ ഭൗതിക വിദ്യാഭ്യാസം തീർച്ചയായും ആവശ്യത്തിന് എല്ലാവരും അറിഞ്ഞിരിക്കേണ്ടതാണ്. അതുകൊണ്ടാണ് നമ്മൾ നമ്മുടെ മക്കളെ സ്കൂളിൽ ചേർത്തുകൊണ്ടിരിക്കുന്നത്. നമ്മൾ കൊടയും ബാഗും മേടിച്ച് ജൂൺ 3 കാത്തിരിക്കുന്നത് തീർച്ചയായിട്ടും അനിവാര്യമാണ്, അത്യാവശ്യമായൊരു കാര്യം തന്നെയാണ്. നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, നമ്മുടെ കുട്ടികൾക്ക് ഈ വിദ്യാഭ്യാസം പുതിയ കാലത്ത് നമ്മൾ നൽകുന്നതിന് കുറേ ഘട്ടങ്ങളുണ്ട്. ഇപ്പൊ പ്രീ സ്കൂൾ എന്ന് പറഞ്ഞ സംവിധാനങ്ങൾ വ്യാപകമാണ്. അങ്കണവാടി എന്നൊക്കെ വേറൊരു ഭാഷയിൽ പറയാം. ഈ പ്രീ സ്കൂൾ വിദ്യാഭ്യാസത്തെ കുറിച്ച് മനഃശാസ്ത്ര വിദഗ്ധർ പല രീതിയിലുള്ള അഭിപ്രായങ്ങൾ പറഞ്ഞത് നമുക്ക് വായിക്കാൻ പറ്റും. ശരിക്കും കുഞ്ഞു പ്രായത്തിൽ ഈ കുട്ടിയുടെ ഏറ്റവും വലിയ വിദ്യാഭ്യാസം അവന്റെ അല്ലെങ്കിൽ അവളുടെ വീടകമാകണം. ആ വിദ്യാലയത്തിലെ ഏറ്റവും വലിയ അധ്യാപിക സ്വന്തം മാതാവാകണം. ജ്യേഷ്ഠന്മാരും ജ്യേഷ്ഠത്തിമാരും വാപ്പയും ഒക്കെ അവിടെയുള്ള മറ്റ് സ്റ്റാഫുകളാവണം. ഇതിൽ നിന്ന് പതിയെ 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 ആ കുട്ടി കുറേ പഠിച്ചു വരാനുണ്ട്. തീർച്ചയായിട്ടും ഒരു മുസ്ലിം ആകുന്ന കുഞ്ഞ് അവന് ഇസ്ലാമിക സംസ്കാരത്തിലൂടെ തന്നെ വളരേണ്ടതുണ്ട്. അത് ഏറ്റവും പ്രാധാന്യത്തോടുകൂടി അവനെ സ്വാധീനിക്കുന്ന ഘട്ടമാണ് അവന്റെ ചെറിയ പ്രായം. ഇപ്പൊ ഒരു ചെറിയ കുട്ടി നമ്മൾ എന്തെങ്കിലും കൊടുക്കുന്ന സമയത്ത് ഇടത് കൈ കൊണ്ട് വാങ്ങാൻ തീരുമാനിച്ചാൽ അവനിങ്ങനെ നീട്ടും. ആ സമയത്ത് അതിൽ കൊടുക്കാതെ ഈ കൈ കൊണ്ട് വാങ്ങുമെന്ന് പറഞ്ഞ് നമ്മളൊരു 4-5 പ്രാവശ്യം അത് ചെയ്തിട്ടുണ്ടെങ്കിൽ ജീവിതത്തിൽ ഉടനീളം ആ കുട്ടി വാങ്ങൽ വലത് കൈ കൊണ്ടായിരിക്കും. ഒരു വെള്ളം കൊടുക്കുന്നു, ആ കുട്ടി കുടിക്കാൻ ഇരിക്കുന്നില്ലെങ്കിൽ നമ്മളത് ഇരിക്കാൻ പറയണു. അതിന്റെ സയൻസ് എന്ത് എന്നുള്ളതൊന്നും അല്ല ഞാൻ പറയണത്. മതം അങ്ങനെ പറഞ്ഞോ, മതവിശ്വാസി അത് പാലിക്കേണ്ടതാണ്. അവനെ ഇരുത്തി തന്നെ കുടിപ്പിച്ച് അല്ലെങ്കിൽ അവളെ ഇരുത്തി തന്നെ കുടിപ്പിച്ച് പരിശീലിപ്പിക്കേണ്ടത് ഈ ചെറിയ പ്രായത്തിൽ, മെല്ലെ 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 നടക്കുന്ന പ്രായത്തിൽ. വീട്ടിൽ നിന്ന് ഇറങ്ങുമ്പോൾ ഇടതുകാല് വെച്ച് ആ കുട്ടിയെ ശീലിപ്പിക്കണം. വീട്ടിലേക്ക് കയറുമ്പോൾ ബിസ്മി ചൊല്ലി വലതുകാല് വെച്ച് കയറാൻ പഠിപ്പിക്കണം. ഭക്ഷണം കഴിക്കുന്ന സമയത്ത് ബിസ്മി ചൊല്ലാൻ, അത് കഴിഞ്ഞ ഉടനെ അൽഹംദുലില്ലാ പറയാൻ. ചില കുട്ടികളെ കൊണ്ടാൽ നമുക്ക് കൗതുകം തോന്നും. ഇവിടെ എൻ്റെ വീട്ടിലേക്ക് 2 കുട്ടികളും അവരുടെ അമ്മയും എൻ്റെ ഒരു ബന്ധുവാകുന്ന സഹോദരനൊക്കെ വന്നിട്ടുണ്ടായിരുന്നു. അപ്പം എൻ്റെ വീടകത്തുള്ള ചില ആളുകൾ പറയാൻ, ആ കുട്ടികൾക്ക് ഭക്ഷണം കൊടുത്താൽ വെള്ളം കൊടുത്താൽ അങ്ങനെ ആ ഗ്ലാസ്സുമായിട്ട് അങ്ങനെ പോയിട്ട് എവിടെയെങ്കിലും ഇരുന്നാണ് അവർ കുടിക്കുന്നത്. ചെറിയ കുട്ടികളാണ്. ഇങ്ങനെ ഒരുപാട് മതപരമായ മൂല്യങ്ങൾ നമ്മുടെ കുഞ്ഞുങ്ങൾക്ക് സന്നിവേശിപ്പിക്കേണ്ട ചെറിയ പ്രായത്തിൽ നമ്മൾ ഏതെങ്കിലും ഒരു അങ്കണവാടിയിൽ കൊണ്ടുപോയി ചേർത്തു എന്ന് സങ്കല്പിക്കുക. അവിടുത്തെ ടീച്ചറുടെ ആറ്റിറ്റ്യൂഡ് അനുസരിച്ച് കുട്ടി വളർന്നു വരുള്ളൂ. ആ ടീച്ചറുടെ മൈൻഡ് എന്താണ്, അതിലൂടെ അങ്ങനെ വലുതാകും. ആ ടീച്ചർക്ക് ഓർമ്മയിലുള്ളത് സിനിമ പാട്ടുകളാണോ, അത് കാണാതെ പഠിച്ചിരിക്കും. ആ ടീച്ചറുടെ മതപരമായ ആറ്റിറ്റ്യൂഡുകൾ എന്താണോ അത് കുട്ടിയെ സ്വാധീനിച്ചു കൊണ്ടേയിരിക്കും. വീഴാൻ പോകുന്ന കുട്ടി അള്ളാഹു പറയലാണ് നമ്മുടെയൊക്കെ ഒരു രീതി. ആ കുട്ടി അയ്യോ പറയും, അല്ലെങ്കിൽ മൈ ഗോഡ് പറയും. മൈ ഗോഡ് എന്നൊക്കെ പറഞ്ഞാൽ വിശാലമായ അർത്ഥത്തിൽ അത് അള്ളാഹുലേക്ക് എത്തൂലേ എന്നുള്ള ലോജിക്കലി സംസാരത്തിനൊന്നും ഞാനില്ല. ഞാനൊരു മതവിശ്വാസിയാകുന്നയാൾ അയാളുടെ ജീവിതത്തിലെ ഉടനീളം പാലിക്കേണ്ട ചില മതപരമായ കൾച്ചറുകളുണ്ട്. അത് പരിശീലിപ്പിക്കാൻ നമ്മൾ എന്ത് ചെയ്യണം എന്നുള്ളതിനെ കുറിച്ചേ സംസാരിക്കുന്നുള്ളൂ.
ആ കുട്ടി വീഴാൻ പോയാൽ അവൻ പറയുക എന്തെങ്കിലും നമ്മൾക്ക് ശീലമില്ലാത്ത വല്ല പദങ്ങളും ആയിരിക്കും. അതിൻ്റെ അർത്ഥം വെക്കാനൊന്നും ഞാൻ ഇപ്പോൾ തൽക്കാലമല്ല കേട്ടോ. അതൊക്കെ ശരിയാവില്ല എന്നൊന്നും ചോദിച്ച് എന്നോട് സംവാദത്തിന് ഇറങ്ങരുത്. നമ്മൾ പഠിച്ചൊരു രീതിയും നമ്മൾ ഇതുവരെ അനുഷ്ഠിച്ചു വരുന്ന ഒരു രീതിയെയും കുറിച്ച് മാത്രം പറയുന്നു. കുട്ടിയുടെ ഒന്നാമത്തെ ടീച്ചർ മാതാവായതുകൊണ്ടാണ് ഭാഷയെ കുറിച്ച് പോലും നമ്മൾ മദർ ടങ് എന്ന് പറയുന്നത്. മാതൃഭാഷ, മാതാവിൻ്റെ ഭാഷ. ഈ മാതാവിൻ്റെ മുഖത്തേക്ക് നോക്കി നിന്നാണ് ഈ കുട്ടി ഓരോന്ന് പഠിക്കുന്നത്, അക്ഷരം പഠിക്കുന്നത്, പ്രയോഗം പഠിക്കുന്നത്. ആ മാതാവ് എങ്ങനെയാണോ ജീവിക്കുന്നു അതാണ് ഈ കുട്ടിയെ സ്വാധീനിക്കുന്നത്. അപ്പൊ ഇത്തരം ഒരു സന്ദർഭത്തിൽ രാത്രി കുട്ടി കടന്നുറങ്ങണം, നേരം വെളുത്താവുമ്പോഴേക്കും ഒരുക്കി തയ്യാറാക്കി നമ്മൾ കൊണ്ടുപോയി ഇത്തരം ഒരു കേന്ദ്രത്തിലാക്കുന്നു. വൈകുന്നേരം ആ കുട്ടി വരുന്നു, പിന്നെ ഇത്തിരിയൊക്കെ കളിക്കാൻ പോകുന്നു, പിന്നെയും ഉറക്കിലേക്ക് പോകുന്നു. ഈ കുട്ടി സംസ്കാരം പഠിക്കാൻ ഉണർന്നിരിക്കുന്ന സമയം മുഴുവനും മാതാവിന്റെ നിയന്ത്രണത്തിൽ അല്ലാതായി പോകുന്നു. കൾച്ചർ തന്നെ മാറുന്നു. കാരണം കുറേ വീട്ടിലെ കുഞ്ഞുങ്ങളുണ്ടാകും. ചില വീട്ടിൽ അസഭ്യം പറയുന്നത് നോർമലായിരിക്കും, പ്രയോഗം തരെ അശ്ലീലങ്ങളായിരിക്കും. പ്രത്യേകിച്ച് ഒരു താഴ്ന്ന ലെവലിലൊക്കെ ജീവിക്കുന്ന ഒരു കുടുംബം, ഞാൻ സാമ്പത്തികമായിട്ട് താഴ്ന്ന ലെവലല്ല പറഞ്ഞത്, സാംസ്കാരികമായിട്ട് സിനിമയിൽ മാത്രം ജീവിക്കുന്ന കുട്ടികൾ, ആ കുട്ടികൾ പറയുന്നതൊക്കെ സിനിമയിലെ ഡയലോഗും വേർഡ്സും ആയിരിക്കും. അത് തീരെ സഭ്യമാവണമെന്നില്ല. ഈ സാംസ്കാരികം, ഈ ഭാഷാപരമായ ഈ വായ്മൊഴിപ്പാട്ടുകൾ എന്നൊക്കെ പറയുന്ന ചില ചർച്ചകളൊക്കെ കാണും. നമ്മൾ സഭ്യമല്ല എന്ന് കരുതുന്ന പല വാക്കുകളും അങ്ങനെ തന്നെ പറയണം എന്നുള്ള രീതിയിലുള്ള ചില പ്രയോഗങ്ങളും ചർച്ചകളും നമുക്കതിനോട് യാതൊരു താല്പര്യം തോന്നൂല. വലിയ സാഹിത്യകാരന്മാരൊക്കെ എഴുതും. വലിയ സാഹിത്യകാരന്മാർ ഒ.വി. വിജയന്റെ ഒരു പുസ്തകം തുടങ്ങുന്നത് തന്നെ എനിക്കത് പറയാൻ വയ്യ. പ്രജാപതിക്ക് ഡാഷ് ആൻ മുട്ടി എന്നാണ്. ഡാഷ് ആൻ മുട്ടി, ബാക്കി നിങ്ങൾ കൂട്ടിയാൽ മതി. അയാളെ തുടങ്ങണത് ഒ.വി. വിജയന്റെ ഈ ഒരു പുസ്തകത്തിന്റെ തുടക്കം അതാണ്. പ്രജാപതിക്ക് ആ ഒരു മുട്ടലുണ്ടല്ലോ, അത്. ഇത് പറഞ്ഞ് ശീലിച്ച കുട്ടികളുണ്ടാവും. നമ്മുടെ കുട്ടി അവരോട് മിങ്കിൾ ചെയ്യണ സമയത്ത് അത് ഇവനും പഠിയാണ്. അതുകൊണ്ട് ഈ പ്രീ സ്കൂളുകളെ കുറിച്ച് നന്നായിട്ടൊന്ന് സംസാരിക്കണം, മനസ്സിലാക്കിയാൽ വേണം. അതുകൊണ്ടാണ് സഹറത്തുൽ ഖുർആൻ എന്നൊക്കെ പറഞ്ഞ് നമ്മുടെ ഉസ്താദുമാരുടെ നേതൃത്വത്തിൽ പ്രീ സ്കൂളിലേക്ക് പോയേ തീരുള്ളൂ എന്ന് വെക്കുകയാണെങ്കിൽ മതപരമായി ഒരു നല്ല സാഹചര്യത്തിലുള്ള സ്കൂൾ ആവട്ടെ എന്ന് കരുതിയിട്ട് അത്തരം സ്കൂളുകൾ തുടങ്ങുന്നത്. സഹറത്തുൽ ഖുർആനുണ്ട്, തിബിയാനുണ്ട്. അവിടെ വെച്ച് ദിക്ർ പഠിക്കും, സലാത്ത് പഠിക്കും, ഇത്തിരി ദീനി കാര്യങ്ങളൊക്കെ പഠിക്കും, അക്ഷരങ്ങൾ പഠിക്കും, ഖുർആൻ ഓതാൻ പഠിക്കും, കഴിക്കുന്ന സമയത്ത് ബിസ്മില്ലാഹ് പഠിക്കും. ഇത് നടത്തിപ്പിന് വലിയ ചെലവ് വരും. അതുകൊണ്ട് നമ്മളോട് ഫീസും മേടിക്കും. കാരണം 3 കുട്ടികൾക്ക് ഒരായ, 4 കുട്ടികൾക്ക് ഒരു ടീച്ചർ, ഈ രീതിയിലൊക്കെയാണ് അവിടെയുള്ള സംവിധാനങ്ങൾ. അവർക്കൊക്കെ ശമ്പളം കൊടുക്കണം. അതുകൊണ്ട് നമ്മളോട് ഫീസ് മേടിക്കും. പ്രീ സ്കൂളിലേക്ക് വിട്ടേ പറ്റുള്ളൂ എങ്കിൽ മതപരമായി ഇത്തരം സ്കൂളുകൾ തിരഞ്ഞെടുക്കണം എന്ന് ഓർമ്മപ്പെടുത്തുക. രണ്ടാമതായി, നമ്മുടെ കുട്ടികൾ ഈ KG ലെവലിലേക്ക് പോകുന്നു. KG ലെവലിലേക്ക് പോകുന്ന കുട്ടികൾക്ക് ഈ വിദ്യാഭ്യാസപരമായി ചില ഗുണങ്ങളൊക്കെ ഉണ്ടാവും. പക്ഷേ ഭയങ്കരമായ സമ്മർദ്ദം ചെലുത്തി നിർബന്ധമായ പഠനം, അത്ര എഴുത്ത് ഇത്ര എഴുത്ത് എന്നുള്ള രീതിയിലാണോ നമ്മുടെ കുട്ടികൾ പിന്നീട് വലിയ ഒരു മടിയന്മാരും പ്രശ്നക്കാരുമായിട്ട് മാറും എന്ന് നമ്മൾ മനസ്സിലാക്കണം. അതൊക്കെ ഒരു സൗഹൃദാന്തരീക്ഷത്തിൽ ഇത്തിരിയൊക്കെ ഈ അക്ഷരങ്ങളൊക്കെ പഠിപ്പിക്കുന്ന രീതിയിലൊക്കെ ആണെങ്കിൽ കുറേയൊക്കെ നമുക്ക് അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റും. നേരെ മറിച്ച് എഴുതിയില്ലെങ്കിൽ ശക്തമായ പണിഷ്മെന്റ്. എനിക്കറിയാം ഒരു KG കുട്ടി അള്ളാഹു എന്നുള്ളയുമ്പോൾ കൈ വെക്കും ടീച്ചർ അടിക്കുമ്പോൾ, അപ്പോൾ വേദന പോകും എന്ന് പറഞ്ഞത്. KG പഠിക്കുന്ന സമയത്ത് ടീച്ചർ അടിക്കുന്ന സമയത്ത് ഭയങ്കര വേദന ആവും. അപ്പൊ അള്ളാഹു എഴുതിയിട്ടുണ്ടല്ലോ എൻ്റെ ഏതൊരു പുസ്തകത്തും, അയിമങ്ങനെ കയ്യാമർത്തി വെച്ചാൽ വേദന പോകും. അത്തരം ചെറിയ കാലത്തിലൊന്നും കുട്ടികളെ ശിക്ഷിക്കാനേ പാടില്ല. ഏറ്റവും പ്രധാനപ്പെട്ട തെറ്റ് നിസ്കാരം ഒഴിവാക്കല. അതിന് ശിക്ഷിക്കാൻ 10 വയസ്സ് വരെ കാത്തു നിൽക്കണം, തല്ലണം എന്നുണ്ടേ. 10 വയസ്സിന്റെ മുമ്പ് കുട്ടിനെ തല്ലാൻ പാടില്ല. ചെറിയ കുറുമ്പ് കാണിച്ചതിനോ ഒരു കോണിമ്മ കയറിയതിനോ ഉമ്മ പറഞ്ഞത് പ്രകാരം അല്ലാതെ ഒരു എന്തെങ്കിലുമൊക്കെ ചെയ്തതിനോ ഒരു ഗ്ലാസ് നിലത്തിട്ട് പൊട്ടിച്ചതിനോ ഒന്നും തല്ലാൻ പറ്റൂല കുട്ടിനെ. ഏറ്റവും പ്രധാനപ്പെട്ട തെറ്റാണ് ഒരു മുഅ്മിനെ സംബന്ധിച്ചിടത്തോളം നിസ്കാരം ഒഴിവാക്കുക എന്നുള്ളത്. അതിനുള്ള ശിക്ഷ കൊടുക്കണമെങ്കിൽ പോലും 10 വയസ്സായാലേ പറ്റുള്ളൂ.
അപ്പം അടിച്ച് നിരത്തി KG തന്നെ ഭയങ്കര ശതമാനം കൂട്ടണം, അതനുസരിച്ച് കുട്ടിക്ക് അത് വേണം ഇത് വേണം എന്നുള്ള രീതിയിൽ നമ്മൾ വളർത്തിക്കൊണ്ടുവന്നാൽ അത് തീർച്ചയായിട്ടും അവരുടെ മാനസികമായ ആരോഗ്യത്തെ ബാധിക്കും. ഇനി നമ്മൾ നിലവിലുള്ള സ്കൂളുകളെ കുറിച്ചൊക്കെയാണ് സംസാരിക്കേണ്ടത്. തീർച്ചയായും ചില തിരുത്തലുകൾ വേണ്ടതാണ് നമ്മുടെ ഭൗതിക വിദ്യാഭ്യാസ സംവിധാനങ്ങൾ. അതിവിടെ ചർച്ച ചെയ്തുകൊണ്ട് കാര്യമുണ്ടോയെന്ന് എനിക്കറിയില്ല. നമ്മൾ രക്ഷിതാക്കളാവുന്ന ആളുകൾ മനസ്സിലാക്കേണ്ട കുറേ കാര്യങ്ങളുണ്ട്. പ്രധാനമായും ഈ സ്കൂളിൻ്റെ പോകുന്നിടം മുതൽ നമുക്ക് തുടങ്ങാം. മതപരമായ വിദ്യാഭ്യാസത്തിന് പ്രാധാന്യം മെല്ലെ മെല്ലെ കുറഞ്ഞു വരും വിധത്തിലാണ് ഇന്ന് നമ്മൾ സ്കൂളിലേക്ക് വിട്ടുകൊണ്ടിരിക്കുന്നത്. പലപ്പോഴും സ്കൂൾ ബസ്സിന് കാത്തു നിൽക്കാനുള്ള ഒരു ബസ് സ്റ്റോപ്പായിട്ട് മദ്രസകൾ മാറുന്നുണ്ട്. സ്കൂൾ ബസ് വരുവോളം കുട്ടികൾക്ക് കാത്തിരിക്കാനുള്ള ഒരു സംവിധാനമായി മദ്രസ മാറുന്നുണ്ട്. ഓരോ കുട്ടിക്കും അവൻ്റെ വണ്ടിയുടെ ഓൺ അറിയാം. ആ ഓൺ അടിക്കുന്ന സമയത്ത് കുട്ടി എഴുന്നേൽക്കും, പോകും. ഉസ്താദ് സമ്മതത്തോടുകൂടെ പറഞ്ഞേച്ചാൽ ഉസ്താദിന് കൊള്ളാം, സമ്മതമല്ലെങ്കിലും കുട്ടി ഇറങ്ങിപ്പോകും. ആ രീതിയിൽ എപ്പോഴാ ബസ് വരാ എന്നുള്ള ആ ഒരു ചിന്തയിലാണ് ഒട്ടുമിക്ക കുട്ടികളും മദ്രസയിലിരിക്കുന്നത്. ഇനി വീട്ടിലൊക്കെ പോയി ഡ്രസ്സൊക്കെ മാറ്റിയിട്ടാണ് കുട്ടികൾ സ്കൂളിൽ പോകുന്നതെങ്കിലും സ്കൂൾ ബസ്സും സ്കൂൾ ടൈമും നോക്കി മാത്രം മദ്രസ് കൊണ്ടുപോവാൻ രക്ഷിതാക്കൾ നിർബന്ധിച്ചുകൊണ്ടിരിക്കുന്നു. എന്തിനാണ് പലപ്പോഴും നമ്മൾ ഈ മദ്രസയിൽ നിന്ന് നേരത്തെ ചാടിപ്പോരേണ്ടത്? സ്കൂൾ ബസ്സിൽ തന്നെ കുട്ടി പോകും എന്ന് നമ്മളൊരു നിഷ്ഠ. ഒരു 4-5 കിലോമീറ്ററുള്ള സ്കൂളിലേക്ക് 2 മണിക്കൂറും 2.5 മണിക്കൂർ ഓടിയിട്ടാണ് ബസ് എത്തിച്ചേരുക. അതിൻ്റെ ഇടയിൽ കുട്ടി അനുഭവിക്കുന്ന മാനസികമായ സംഘർഷങ്ങൾ, യാത്രാ പ്രശ്നങ്ങൾ, ഫിസിക്കലി ആ കുട്ടിക്കുണ്ടാകുന്ന കുറേ ബുദ്ധിമുട്ടുകൾ. എന്തിനാ 4 കിലോമീറ്റർ ഉള്ളിടത്തേക്ക് ബസ് 2 മണിക്കൂർ ഓടുന്നത്? റൗണ്ട് ചുറ്റി ആ മേഖലയിലുള്ള മൊത്തം കുട്ടികളെ പെറുക്കി പോയാലേ അവർക്കത് മുതലാവുള്ളൂ. നമ്മുടെ കുട്ടിയുടെ ജീവിതത്തിൽ ഒരു 1-ാം ക്ലാസ് മുതൽ 10-ാം ക്ലാസ് വരെ എത്ര ദിവസം വേണ്ടി വരും എന്ന് ആലോചിച്ച് നോക്കുക. ആ ഓരോ ദിവസവും 2 മണിക്കൂർ വെറും 10 മിനിറ്റ് കൊണ്ട് എത്തിച്ചേരാൻ പറ്റുന്ന സ്കൂളിലേക്ക് 2 മണിക്കൂർ യാത്ര ചെയ്യാൻ കുട്ടി നിർബന്ധിതനാകുന്നു. ജീവിതത്തിൽ എത്ര മണിക്കൂറുകൾ നഷ്ടപ്പെടുന്നു എന്നുള്ളതിനെ പറ്റി ആലോചിച്ചു നോക്കുക. ഒന്ന്, എത്ര സംഘർഷം കുട്ടി അനുഭവിക്കുന്നു എന്നുള്ളതിനെ കുറിച്ച് ആലോചിച്ചു നോക്കുക. അതേപ്രകാരം ഫിസിക്കലി ആ കുട്ടിക്ക് എന്തൊക്കെ ബുദ്ധിമുട്ടുണ്ട് ഈ നീണ്ട യാത്ര കൊണ്ടെന്ന് ആലോചിച്ച് നോക്കുക. അപ്പൊ സ്കൂൾ ബസ് വരുമ്പോഴേക്ക് കുട്ടി ഡ്രസ്സ് ചെയ്ത് കുളിച്ച് വൃത്തിയായി ഒരുങ്ങി നിൽക്കണമെങ്കിൽ 6 മണിക്ക് തുടങ്ങിയ മദ്രസയിൽ നിന്ന് 6:45 പോരേണ്ടി വരും. മതവിദ്യാഭ്യാസം നേടാനുള്ള സംവിധാനങ്ങളെ എത്രമേൽ ഒതുക്കാൻ പറ്റുമോ ആ രീതിയിലാണ് പല പ്രൈവറ്റ് സ്കൂളുകളുടെയും സമയക്രമവും. അതും പറയാതെ വയ്യ. അപ്പൊ നമ്മൾ അതിനുവേണ്ടി ഇങ്ങനെ ഒരു വലിയ പ്രാധാന്യം കൊടുത്തിങ്ങനെ മുന്നോട്ട് പോകുമ്പോൾ സ്വാഭാവികമായും മതവിദ്യാഭ്യാസത്തിന് തീരെ പരിഗണനയില്ലാത്ത വിധം കുട്ടി വളർന്നു വലുതാവും. നമ്മുടെ നാട്ടിൽ ഗവൺമെന്റ് സ്കൂളുകൾ ഉണ്ടാവും, 10:30 തുടങ്ങുക. കേരളത്തെ സംബന്ധിച്ചിടത്തോളം നല്ല വിദ്യാഭ്യാസം ഗവൺമെന്റ് സ്കൂളുകളിൽ നിന്ന് ലഭ്യമാണിപ്പോൾ. പഴയ പോലെ അല്ല എന്ന് നമുക്കറിയാം. നല്ല വിദ്യാഭ്യാസം, നന്നായിട്ട് കുട്ടികൾ പഠിക്കുന്നു, മനസ്സിലാക്കുന്നു, വലിയ രീതിയിലുള്ള വിജയം നേടുന്നു, ഒക്കെയുണ്ട്. അതിനുള്ള സംവിധാനങ്ങളൊക്കെ ഉണ്ട്. പക്ഷേ ചെറുപ്രായത്തിൽ തന്നെ കുട്ടികളെ ഇത്തരം നെകളിപ്പിന്റെ സ്കൂളിലേക്ക് പറഞ്ഞേക്കണമെന്ന് നിഷ്ഠ വെക്കുമ്പോൾ മതവിദ്യാഭ്യാസം ഒരു ചടങ്ങായി മാറുന്നു. ചില ഇംഗ്ലീഷ് മീഡിയക്കാരൊക്കെ പറയും മതവിദ്യാഭ്യാസവും അവിടെ ഉണ്ട്. അത് ഗൗരവത്തോടുകൂടെ പരിഗണിച്ചു കൊടുക്കുന്ന മാനേജ്മെന്റ് ആണെങ്കിൽ നമുക്കൊരു പരിധി വരെ അത് ഉൾക്കൊള്ളാം. അല്ല, കേവലം അറബി ക്ലാസ് പോലെ എപ്പോഴെങ്കിലും ഒരു പീരീഡിന് ഉസ്താദ് വരുന്ന ഒരു രീതിയാണെങ്കിൽ അത് ഒരു മദ്രസ പോയിട്ട് ഖുർആൻ പഠിക്കുന്ന ലെവലിലേക്ക് മാറാൻ വളരെ സാധ്യത കുറവാണ്. ആ കുട്ടികളെ ക്ലാസ്സിന് അത്ര തന്നെ പരിഗണിക്കുള്ളൂ. എന്തുകൊണ്ട്? അറബി പീരീഡിന് ടീച്ചർ വരുന്നത് പോലെ ഒരു അറബി പീരീഡിന് ഉസ്താദും വരുന്നു എന്ന് മാത്രമേ അവർ പരിഗണിക്കുള്ളൂ. നേരെ മറിച്ച് ഒരു ഉച്ച വരെയൊക്കെ സ്കൂൾ എടുത്തു, അല്ലെങ്കിൽ രാവിലെ 2 പീരീഡ് മദ്രസ എടുത്തു, ബാക്കി പീരീഡൊക്കെ സ്കൂൾ എടുത്തു, അങ്ങനെ നടത്താം. അതല്ലെങ്കിൽ ഉച്ചവരെ സ്കൂൾ എടുത്തു, അവസാനം 2 മണിക്ക് ശേഷം 2 മണിക്കൂർ മദ്രസ എടുത്തു. അപ്പോഴേക്ക് ഫുള്ള് മദ്രസിന്റെ പശ്ചാത്തലമായി. ഉസ്താദ് വരുന്നു, ബോർഡുകളൊക്കെ മാറ്റുന്നു, അവിടെയുള്ള ചാർട്ടുകളൊക്കെ ചെറിയ ക്ലാസ്സിൽ മാറ്റുന്നു. അതുവരെയുള്ള ABCD ചാർട്ട് മാറിയിട്ട് അലിഫുംബാന്റെ ചാർട്ട് വരുന്നു. ശരിക്കും ഒരു മദ്രസിന്റെ പശ്ചാത്തലം രൂപപ്പെടുന്നു. അപ്പൊ ഈ മുസ്ലിങ്ങളല്ലാത്ത കുട്ടികളുണ്ടാവും, അവർക്ക് ഉച്ചയ്ക്ക് ശേഷം ഒന്നുകിൽ ലീവ് കൊടുക്കണം,
അപ്പോൾ ഈ വണ്ടിയുടെ പ്രശ്നങ്ങളൊക്കെ വരും. അങ്ങനെയാണെങ്കിൽ അവർക്ക് ഇരിക്കാനുള്ള പ്രത്യേകമായ ക്ലാസ് റൂമുകൾ വേണം. അവിടെ വെച്ച് അവർ ഹോംവർക്ക് ചെയ്യണം. അത് വെറുതെ ഹോംവർക്ക് ചെയ്യരുത്, ടീച്ചർ ആരെങ്കിലും ശ്രദ്ധിക്കുകയും വേണം. അങ്ങനെ വന്ന സ്കൂൾ കുട്ടികൾ എന്ന് വെച്ചാൽ അമുസ്ലിങ്ങളാകുന്ന കുട്ടികൾ ഹോംവർക്ക് ചെയ്യുന്ന 2 മണിക്കൂർ ഈ കുട്ടികൾക്ക് മതപഠനത്തിന് നല്ല സൗകര്യം കിട്ടും. പക്ഷെ അതിന് മിക്കപ്പോഴും മാനേജ്മെന്റ് തയ്യാറാവില്ല. എന്താന്ന് വെച്ചാൽ ധാരാളം മദ്രസ ഉസ്താദുമാർ ആവശ്യമായി വരും. ഒരു 10 വരെയൊക്കെയുള്ള സ്കൂളിൽ ഇങ്ങനെ മദ്രസ നടത്തുകയാണെങ്കിൽ ചുരുങ്ങിയത് ഒരു 10-30 മദ്രസ ഉസ്താദുമാർ ആവശ്യമായി വരും. മറ്റേത് 4-5 ഉസ്താദുമാരുണ്ടെങ്കിൽ പീരീഡ് അനുസരിച്ച് ഇങ്ങനെ കയറി ഇറങ്ങിയിട്ട് പരിപാടി തീരും. എനിക്ക് ഇത്ര മാത്രമേ പറയാനുള്ളൂ. ഒരു സംവിധാനത്തിനെയും എതിർക്കല്ല ഞാൻ. മതവിദ്യാഭ്യാസത്തിന് പ്രാധാന്യം നൽകാതെ ഭൗതിക വിദ്യാഭ്യാസം മാത്രം നമ്മുടെ മക്കൾക്ക് നൽകുന്ന വൃത്തികെട്ടൊരു ട്രെൻഡ് കേരളത്തിൽ വളർന്നു വരുന്നുണ്ട്. ഇത് സ്പെയിനാവാൻ വേണ്ടി എന്താണോ സംഭവിച്ചത് അതിൻ്റെ തുടക്കമാണെന്ന് നമ്മൾ മനസ്സിലാക്കണം. ആദർട്ട് വെല്ലസ്ലി എന്ന് പറയുന്ന ഇംഗ്ലീഷ് ചിന്തകനുണ്ട്. അദ്ദേഹത്തിൻ്റെ പ്രസിദ്ധമായൊരു വാചകം, മതവിദ്യാഭ്യാസമില്ലാതെ, ധാർമ്മിക വിദ്യാഭ്യാസമില്ലാതെ ഭൗതിക വിദ്യാഭ്യാസം മാത്രം ഒരു കുട്ടിക്ക് നൽകിയാൽ അവനെ ബുദ്ധിമാനായ ഒരു ചെകുത്താനാക്കി മാറ്റാനേ സാധിക്കുന്ന. ബുദ്ധി ഉണ്ടാവും, പക്ഷെ ചെകുത്താനായിരിക്കും. ബുദ്ധി ഉണ്ടാകും, പക്ഷേ മനുഷ്യനാകില്ല. അങ്ങനെയാണ് ക്ലോറോഫോം എങ്ങനെ ഉപയോഗിച്ചാൽ ആ വാപ്പ മരിച്ചു കിട്ടുക എന്നുള്ളത് കുട്ടി പഠിക്കുന്നത്. തുവാലയിൽ സ്കൂൾ ലാബിൽ നിന്ന് ക്ലോറോഫോം പൊക്കിക്കൊണ്ടുവന്ന് അത് വാപ്പയുടെ മുഖത്ത് അമർത്തിപ്പിടിച്ച് എങ്ങനെയാണ് വാപ്പയെ കൊല്ലേണ്ടത് എന്ന് കൊടുവള്ളിക്കാരാകുന്ന 2 മക്കൾ പഠിച്ചത് ബുദ്ധിമാനായ ചെകുത്താനായതുകൊണ്ടാണ്. കാരണം ബുദ്ധിമാനാണ്. അതുകൊണ്ടാണ് ക്ലോറോഫോമിന്റെ ഉപയോഗം. വാപ്പനെ കൊല്ലണമെങ്കിൽ അത് എത്ര തുള്ളി ഉപയോഗിക്കണം, എങ്ങനെ അത് മൂക്കത്ത് പൊത്തിപ്പിടിക്കണം എന്നൊക്കെ അവർ പഠിച്ചത്. പക്ഷേ ചെകുത്താനായിപ്പോയി. അതുകൊണ്ട് ഇത് കൊല്ലാൻ പറ്റാത്ത സാധനമാണ്, എൻ്റെ വാപ്പയാണ് എന്ന വിചാരത്തിലേക്ക് ആ കുട്ടികൾക്ക് വളരാൻ സാധിക്കാതെ വന്നു. പിന്നെയും അവരുടെ ചെകുത്താനീയത്തെ അവർ പ്രകടിപ്പിച്ചുകൊണ്ടിരുന്നു. ഈ വാപ്പയുടെ ഡെഡ് ബോഡി എങ്ങനെയാണ് അവർ സംസ്കരിച്ചത്? കേരളത്തിലെ പോലീസ് എന്ന് പറഞ്ഞാൽ വളരെ മിടുമിടുക്കന്മാരാണ്. പക്ഷേ അവർ കഠിനാധ്വാനം ചെയ്തിട്ടും ഏകദേശം 10 വർഷത്തോളമായെന്ന് ഞാൻ ഓർക്കുന്നു, ഇതുവരെ ഒരു തുമ്പും അവർക്ക് കിട്ടിയിട്ടില്ല. ആ മക്കൾ തൊണ്ടി കണ്ടെത്താത്തത് കൊണ്ടും തെളിവില്ലാത്തത് കൊണ്ടും സ്വതന്ത്രരായി നടക്കുന്നു. മരണപ്പെട്ട വ്യവസായിയുടെ ഉമ്മയ്ക്ക് ഇവർ താമസിക്കുന്ന വീടിൻ്റെ മുമ്പിൽ സത്യഗ്രഹം ഇരിക്കേണ്ടി വന്നു. എൻ്റെ മകനെ കൊന്നവരാണ് ഇതിൽ പാർക്കുന്നത്, അവരതിൽ നിന്ന് ഒഴിവാക്കണമെന്നും പറഞ്ഞിട്ട് കോടതി കൈമലർത്തി. എവിഡൻസ് ഇല്ല. വാപ്പനെ കൊന്നത് കൃത്യമായി ആസൂത്രണം ചെയ്തായിരുന്നു അവർ നിർവഹിച്ചത്. വാപ്പയുടെ ബോഡി സംസ്കരിച്ചത് അത്രമേൽ ആസൂത്രണം ചെയ്തിട്ടാണ്. ഈ സിനിമ ഇറങ്ങിയതിനു ശേഷം കേരളത്തിൽ പല കൊലപാതകത്തിനും പ്രേരണയായ പ്രസിദ്ധമായൊരു സിനിമയുണ്ട്. അവരത് സംയുക്തമായി ജമാഅത്തായി 3 വട്ടം കണ്ടിരുന്നു. എങ്ങനെയാണ് വാപ്പയുടെ ബോഡി സംസ്കരിക്കേണ്ടതെന്ന് പഠിക്കാൻ. നോക്കുങ്ങള്, ബുദ്ധിമാനായ ചെകുത്താന്മാരുടെ ലക്ഷണം. ഏറ്റവും ലാസ്റ്റ് കാവേരിയിൽ തള്ളിയെന്നവർ പറഞ്ഞു, ചാക്കിലിട്ടിട്ട്. പോലീസ് സർവ്വസന്നാഹങ്ങളുമായി കർണാടകയിലെത്തി. കാവേരി നദി അരിച്ചു പെറുക്കി. അവസാനം അവർക്ക് കുറെ അസ്ഥിപ്പഞ്ചരങ്ങൾ അടങ്ങുന്ന ചാക്ക് കിട്ടി. വലിയ ആവേശത്തിൽ പോലീസ് മടങ്ങി വന്നു, ഇതേ തെളിവ് കിട്ടിയെന്നും പറഞ്ഞിട്ട്. പക്ഷേ DNA ടെസ്റ്റ് നടത്തിയപ്പോൾ ഇവരുടെ വാപ്പൻ്റെതല്ലായിരുന്നു. അവിടെയും പോലീസിനെ അവർ വഴിതെറ്റിച്ചു. പോലീസിനെ വഴിതെറ്റിക്കാൻ ഏതോരുത്തൻ്റെ വാപ്പയുടെ കുഴിമാടം മാന്തിയിട്ട് അവർ അസ്ഥിപ്പഞ്ചരം പുറത്തെടുത്തു. അത് ചാക്കിൽ കെട്ടി കാവേരിയിൽ കൊണ്ടുപോയി ഉപേക്ഷിച്ചു. ബുദ്ധിമാനായ ചെകുത്താന്മാരിങ്ങനെയാണ്. നേരെ മറിച്ച് ധാർമ്മിക വിദ്യാഭ്യാസവും അവർക്ക് സമം ചേർത്ത് നൽകിയിരുന്നെങ്കിൽ പാടില്ലാത്ത 100,000 പ്രശ്നങ്ങൾ അവർ ചെയ്തു കൂട്ടിയ ഈ ഒരൊറ്റ കേസിൽ ഒരു തെറ്റുപോലും ചെയ്യാതെ അവർ വിശുദ്ധരാകുമായിരുന്നു. ഭൗതിക വിദ്യാഭ്യാസം വേണ്ടെന്ന് ഞാൻ പറയില്ല, നേരത്തെ ഞാൻ പറഞ്ഞല്ലോ. അത് നമ്മൾ ആലോചിച്ച് നോക്ക്. മതഭൗതിക വ്യത്യാസമില്ലാത്ത വിധമായിരുന്നു ഇസ്ലാമിക പുഷ്കലകാലത്ത് പഠനങ്ങൾ നിലനിന്നിരുന്നത്. അഭിമാന വിധങ്ങളുടെ സദസ്സിൽ വിദ്യാർത്ഥികളിൽ എല്ലാവരും ഇല്ലേ? കർഷകരില്ലേ? കച്ചവടക്കാരില്ലേ? ബിസിനസ്മാൻമാരില്ലേ? കാർപ്പൻ്ററില്ലേ? ഗോൾഡ് സ്മിത്ത് ഇല്ലേ? എല്ലാവരും ഉണ്ട്. അവരതൊക്കെ പ്രാക്ടീസ് ചെയ്യുമ്പോൾ തന്നെ മതം പഠിച്ചു പ്രാധാന്യത്തോടു കൂടെ.
പിന്നെ ഖലീഫകളുടെ കാലം ആലോചിച്ച് നോക്ക്. അത് കഴിഞ്ഞതിന് ശേഷം ഉമവിയാക്കളും അബ്ബാസികളുടെയും ഭരണം ആലോചിച്ച് നോക്ക്. അവിടൊക്കെ ഗംഭീരമായി ഭൗതിക വിദ്യാഭ്യാസം നേടിയ വലിയ വലിയ മഹാന്മാരുണ്ടായി. നല്ല കർഷകനായിരുന്നു മാമുന ഗസാലി. പക്ഷേ വിജ്ഞാനത്തിന്റെ അനന്തവിഹായസിലെ ഉജ്ജ്വല താരമായി ജ്വലിച്ചു നിന്നു. നല്ല ബിസിനസ്സുകാരനായിരുന്നു ഇമാം മഹല്ലി. ഉച്ചവരെ ബിസിനസ് നടത്തിയിട്ടാണ് നിസാമിയ യൂണിവേഴ്സിറ്റിയിൽ ദർസ് നടത്താൻ പോകാറ് തന്നെ. നല്ല ബിസിനസ്സുകാരനായി. പക്ഷേ നിസാമിയ യൂണിവേഴ്സിറ്റിയിലെ പ്രിൻസിപ്പാളുമായി വലിയ വലിയ ഗ്രന്ഥങ്ങൾ ഉണ്ടാക്കാൻ വമ്പിച്ച വിജ്ഞാനത്തിന്റെ ഉടമസ്ഥനായി. ഇമാം റാസി നല്ല സയന്റിസ്റ്റ് ആയിരുന്നു. അതേക്കുറിച്ചുള്ള പഠനങ്ങളുണ്ട്, ലോകത്തിന് കൗതുകം തോന്നുന്ന പഠനങ്ങൾ മലയാളത്തിലുണ്ട്. കെ.എം. റോയിയുടെ ഇസ്ലാമിന്റെ ചരിത്രപരമായ പങ്കൊന്ന് വായിച്ചു നോക്കുക. ഏറ്റവും ചുരുങ്ങിയത് MP വീരേന്ദ്രകുമാറിന്റെ ഡാനൂബ് സാക്ഷിയുടെ അവസാന ഭാഗം ഒന്ന് വായിച്ചു നോക്കുക. ഇസ്ലാം ലോകത്തിന് നൽകിയ സാംസ്കാരികവും ശാസ്ത്രീയവുമായ സംഭാവനകളെ 134 പേജിൽ ഉപന്യസിച്ചിട്ട് വീരേന്ദ്രകുമാർ ആ പുസ്തകത്തിൽ പറയുന്നുണ്ട്. വളരെ ചുരുക്കിയാണ് ഞാൻ പറയുന്നത്. ഇത് തന്നെ സംസാരിക്കാൻ നിന്ന വലിയ ഗ്രന്ഥം വേണ്ടി വരും. ഇന്ന് യുനെസ്കോയുടെ റിപ്പോർട്ട് പരിശോധിക്കുക. ലോകത്തെ ഏറ്റവും പ്രാചീന യൂണിവേഴ്സിറ്റി ഏതാണ്? ഏറ്റവും പ്രാചീന യൂണിവേഴ്സിറ്റി ഏതാണ്? AD 859 മൊറോക്കോയിൽ സ്ഥാപിച്ച ഫാത്തിമ ഫിഹിരിയ എന്ന് പറയുന്ന മുസ്ലിം പണ്ഡിത വനിത സ്ഥാപിച്ച യൂണിവേഴ്സിറ്റിയാണ്. ഖൈർവാൻ യൂണിവേഴ്സിറ്റിയാണ് ലോകത്തെ ഏറ്റവും പഴയ പൈതൃക യൂണിവേഴ്സിറ്റി. യുനെസ്കോയുടെ റിപ്പോർട്ടിൽ ഇപ്പോഴും അത് അങ്ങനെ തന്നെയാണ്. 2 സഹോദരിമാരായിരുന്നു. നല്ല സമ്പന്ന കുടുംബത്തിൽ പറന്നു. ഒരാൾ വലിയ പള്ളികൾ ഉണ്ടാക്കി. അവർ നിർമ്മിച്ച ഏറ്റവും വലിയ പള്ളി മസ്ജിദ് ഉന്ദുലിസ് എന്നറിയപ്പെടുന്നു, സ്പെയിൻ പള്ളി. യൂറോപ്യന്മാർ കടപ്പുറത്തുകൂടെ കക്കപറിക്ക് നടക്കുന്ന കാലം. ഇസ്ലാമിക ലോകത്ത് വിജ്ഞാനത്തിന്റെ വിപ്ലവങ്ങൾ അരങ്ങേറുന്നു. കക്കപറിക്ക് മാത്രം ജീവിച്ചിരുന്ന യൂറോപ്യന്മാർക്ക് വിജ്ഞാനം ലഭ്യമായത് കോർഡോവ യൂണിവേഴ്സിറ്റി വഴി മുസ്ലിങ്ങളിലൂടെയായിരുന്നുവെന്ന് വിശ്വചരിത്രാവലോകനത്തിൽ നമ്മുടെ 1ാം പ്രധാനമന്ത്രി നെഹ്റു രേഖപ്പെടുത്തുന്നുണ്ട്. അവർ കക്കപറിക്ക് നടക്കുകയായിരുന്നു. ചെറിയ ചെറിയ പണികളൊക്കെ കഷ്ടിച്ച് ചെയ്ത് അതുകൊണ്ട് ജീവിക്കുന്ന കാലഘട്ടത്തിൽ സ്പെയിനിലേക്ക് കോർഡോവ യൂണിവേഴ്സിറ്റി വഴി വിജ്ഞാനം വരുന്നു. ഇന്ന് ലാറ്റിനും ഇംഗ്ലീഷും മെഡിക്കൽ വിദ്യാഭ്യാസത്തിന് എത്രമേൽ പ്രാധാന്യമുള്ള ഭാഷകളാണോ അതിലേറെ അറബി പഠിക്കൽ ഡോക്ടറാവാൻ അന്ന് നിർബന്ധമായിരുന്നു. ഇബ്നു സീനയുടെ കിതാബ് അത്തിബ് 1000 വർഷത്തിലേറെ MBBS-കാരുടെ ഏറ്റവും വലിയ പാഠപുസ്തകമായിരുന്നു. താഷ്കെൻഡിൽ അദ്ദേഹത്തിന്റെ പേരിൽ വലിയ മ്യൂസിയം ഉണ്ട്. അവിടെ ചെന്നാൽ അദ്ദേഹത്തിന്റെ കിതാബ് തുബിന്റെ പഴയ പലവിധ കോപ്പികളും നമുക്ക് കാണാൻ പറ്റും. അദ്ദേഹം സർജറി നടത്തുമ്പോൾ എല്ല് മുറിക്കാൻ ഉപയോഗിച്ച കൈകൊണ്ട് നിർമ്മിച്ച ഒരു പ്രത്യേക തരം ആയുധമുണ്ട് അവിടെ, ഒരു യന്ത്രമുണ്ട് അവിടെ. ഇന്നും എല്ല് മുറിക്കാൻ ആധുനിക വൈദ്യശാസ്ത്രവും അതിൻ്റെ തന്നെ ചില പരിഷ്കൃത രൂപങ്ങളാണ് ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്നത്. ഇദ്ദേഹം തഫ്സീർ എഴുതിയ മനുഷ്യൻ കൂടെയാണ്. സൂറത്തുൽ ഇഖ്ലാസിന്റെ സയന്റിഫിക്കായ വ്യാഖ്യാനമുണ്ട് ഇബ്നു സീനയ്ക്ക്. ഞാൻ പറഞ്ഞു വരുന്നത് എന്താണ്? ഭൗതിക വിദ്യാഭ്യാസത്തെ മാറ്റി നിർത്തുന്നത് കൊണ്ടല്ല ഇങ്ങനെ പറയണത്. ലോകത്തെ ഏറ്റവും പ്രാചീനമായ യൂണിവേഴ്സിറ്റി പോലും ഒരു മുസ്ലിം വനിത ഫാത്തിമ ഫിഹിരിയ സ്ഥാപിച്ചതാണെങ്കിൽ, ഏറ്റവും പ്രാചീന യൂണിവേഴ്സിറ്റികളിൽ പെടുന്ന അൽ-അസ്ഹർ ഒക്കെ ഇപ്പോഴും പ്രവർത്തനക്ഷമമാണെങ്കിൽ, വലിയ വലിയ പണ്ഡിതന്മാർ ഈ ഭൗതിക രംഗത്തും വമ്പിച്ച മികവ് കാണിച്ചതാണ് ഇസ്ലാമിന്റെ ചരിത്രം. ഇമാം ഗസാലി വലിയ കർഷകനായിരുന്നു. അദ്ദേഹം പാടത്ത് കന്നിനെ പൂട്ടുമ്പോ മസ്അല ചോദിച്ചു വരുന്നതിനെ കുറിച്ച് ചരിത്രമുണ്ട്. ഇമാം അബൂ ഹനീഫത്തുൽ കൂഫി അന്നാസു കുല്ലുഹും ഇയാലു അബീ ഹനീഫ ഫിൽ ഫിഖ്, കർമ്മശാസ്ത്രത്തിൽ എല്ലാ പണ്ഡിതന്മാരും അബൂ ഹനീഫ തങ്ങളുടെ ആശ്രിതരാണെന്ന് ഇമാം ഷാഫി വിശദീകരിച്ച ആ മഹാത്മാവ് ഏറ്റവും വലിയ കച്ചവടക്കാരനായിരുന്നു. ഭൗതികതയെ മാറ്റി നിർത്തല്ല വേണ്ടത്, അതിന് ആത്മീയതയുടെ നിയന്ത്രണം നൽകലാണ്. അതല്ലെങ്കിൽ കൊടുവള്ളിക്കാര് രൂപപ്പെടും.
കൊടുവള്ളിക്കാർ എന്ന് പറഞ്ഞാൽ ഞാൻ നേരത്തെ പറഞ്ഞ കേസിലെ പ്രതികളാവുന്ന മക്കൾ രൂപപ്പെടും. പലയിടങ്ങളിൽ അതുണ്ട്. ഒരു ഉദാഹരണം പറഞ്ഞു എന്നുള്ളൂ. ഓൺലൈനിൽ നിന്ന് ആയുധം വരുത്തി ഒരു കുടുംബത്തെ, സ്വന്തം അമ്മയെയും അച്ഛനെയും പെങ്ങളെയും അടിച്ചു കൊന്നൊരുത്തനെ കുറിച്ച് നമ്മൾ 4 കൊല്ലം മുന്നേ വായിച്ചിട്ടുണ്ട്. അവൻ ഓൺലൈനിൽ നിന്ന് എങ്ങനെയാണ് ആയുധം വരുത്തേണ്ടതെന്നറിയാം. അവൻ നല്ല എഞ്ചിനീയർ ആയിരുന്നു. എങ്ങനെയാണ് ഈ മാതാവിൻ്റെയും പിതാവിൻ്റെയും ശരീരം കഷ്ണിച്ച് സുരക്ഷിതയിടങ്ങളിൽ നിക്ഷേപിക്കേണ്ടതെന്ന് അവനറിയാം. അതിനു വേണ്ട ആയുധവും ഓൺലൈനിൽ നിന്ന് വാങ്ങാനും പറ്റും. എന്തുകൊണ്ടാണ് അതൊക്കെ സംഭവിക്കുന്നത്? ആദർ ടു വെല്ലസ്ലി ഒന്നുകൂടെ ആലോചിക്കുക. ധാർമ്മിക വിദ്യാഭ്യാസമില്ലാതെ ഭൗതിക വിദ്യാഭ്യാസം മാത്രം നൽകിയാൽ മക്കളെ ബുദ്ധിമാന്മാരായ ചെകുത്താന്മാരാക്കാൻ പറ്റും. അതുകൊണ്ട് ഈ ചെറിയ പ്രായത്തിൽ മതപരിശീലനത്തിന് ഉതകും വിധത്തിലുള്ള വിദ്യാഭ്യാസമേ നൽകാൻ പാടുള്ളൂ. അതിൻ്റെ അപ്പുറത്തേക്ക് വളർത്തി കൊണ്ടുവന്നാൽ ഇത്തരം പ്രശ്നങ്ങൾ അഭിമുഖീകരിക്കേണ്ടി വരും. നമ്മുടെ വിദ്യാഭ്യാസ രീതി ആലോചിച്ച് നോക്ക്. പലപ്പോഴും അതിൽ പലതും നമുക്ക് തിരുത്തണമെന്ന് തോന്നും. 200 പ്രവൃത്തി ദിവസം ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഗവൺമെന്റ് കഷ്ടപ്പെടുക. അതുകൊണ്ട് കുറച്ച് ശനിയാഴ്ചയെങ്കിലും നിങ്ങൾ ഉപയോഗിക്കണേന്ന് അവരിങ്ങനെ അധ്യാപകരോടും പ്രതിനിധികളോടും അപേക്ഷിച്ചുകൊണ്ടിരിക്കുകയാണ്. ആ സമയത്ത് മറ്റൊരു സമരത്തിനിറങ്ങാണ്. കൂട്ടൂല, ശനിയാഴ്ച ക്ലാസ് എടുക്കൂല എന്നും പറഞ്ഞിട്ട്. വിദ്യാഭ്യാസം എന്ന് തൊഴിലായി മാറിയോ അന്നതിൻ്റെ മൂല്യം നഷ്ടപ്പെട്ടു എന്ന് നമ്മൾ ആലോചിക്കുക. കവിതകളൊക്കെ എൻ്റെ മനസ്സിലേക്ക് വരുന്നുണ്ട് അത് സംബന്ധമായിട്ടുള്ള. ഞാൻ സമയമെടുക്കണില്ല. വിദ്യാഭ്യാസം എന്നൊരു തൊഴിലായി മാറി അന്ന് മുതൽ അതിൻ്റെ മൂല്യം നഷ്ടപ്പെടുന്നു. വിദ്യാർത്ഥികൾക്ക് സമരം ചെയ്യാം, പൂട്ടിക്കാൻ. അധ്യാപകർക്ക് സമരം ചെയ്യാം, ക്ലാസ് മുടക്കാൻ. ഇതിനിടയ്ക്ക് വിദ്യാഭ്യാസം എന്നത് ഒരു സാമൂഹിക സേവനമാണെന്ന ബോധത്തിൽ നിന്ന് മാറുന്നു. ശനിയാഴ്ച ക്ലാസ് എടുക്കണം എന്ന് പറഞ്ഞാൽ അധ്യാപകർക്ക് അതിൽ വലിയ വിഷമാണ്. 200 ലീവ് ക്ലാസ് ഡേസ് ഒപ്പിക്കാൻ ഗവൺമെന്റ് കഷ്ടപ്പെടുകയാണ്. ബാക്കി 360-ൽ 160 ലീവാണെന്ന് അറിയിക്കുക. അതിൻ്റെ പുറമെ ചില പ്രത്യേക മത ആഘോഷങ്ങൾക്ക് കിട്ടുന്ന അമിതമായ പ്രാധാന്യം. അത് ഒരു വർഗീയതയുടെ വർത്താനമല്ല ഞാൻ പറയുന്നത്. വർഗീയതയുടെ വർത്തമാനമേ അല്ല. ആരും അങ്ങനെ വളച്ചൊടിക്കരുത്. 10 ദിവസത്തിലേറെ ഓണത്തിന് ലീവ് കൊടുത്തിരിക്കണം. ക്രിസ്തുമസിനും ഏകദേശം അത്ര തന്നെ കൊടുക്കണം. വേറൊരു സംഗതി കൂടി നമ്മൾ ആലോചിക്കുക. ഓണക്കട് ലീവിൻ്റെ ഏകദേശം ഒരാഴ്ച മുന്നേ മുതൽ സ്കൂളുകളിൽ വ്യാപകമായ രീതിയിൽ ഓണാഘോഷം നടക്കുകയാണ്, ക്രിസ്തുമസ് ആഘോഷം നടക്കുകയാണ്. ലീവിനെ കുറിച്ച് മാത്രം പറയാം. അതിൻ്റെ മതപരമായ വിഷയങ്ങൾ നമ്മൾ തൽക്കാലം ഇപ്പോൾ പറയുന്നില്ല, കുറച്ച് കഴിഞ്ഞിട്ട് പറയാം. 200 പ്രവൃത്തി ദിവസം ഒപ്പിക്കാൻ കഷ്ടപ്പെടുമ്പോൾ ആഘോഷം 1 ദിവസം 2 ദിവസം കൊണ്ട് തീരുന്ന ഇത്തരം ആഘോഷങ്ങൾക്ക് 10 ദിവസം ലീവ് അടിച്ചേൽപ്പിക്കുകയാണ്. പെരുന്നാളിന് ലീവ് കിട്ടാത്തതിൻ്റെ കുണ്ഠിതല്ല ഞാൻ രേഖപ്പെടുത്തുന്നത് അല്ലെങ്കിൽ ഓർമ്മപ്പെടുത്തുന്നത്. അതൊരു പ്രാധാന്യം തന്നെയാണ്. കേരളത്തിൽ 2ാമത്തെ വലിയ സൊസൈറ്റിയാണ് മുസ്ലിംകൾ. അവരുടെ പെരുന്നാളിന് 1 ദിവസം മാത്രം ലീവ് അനുവദിക്കുമ്പോൾ 1 ദിവസം കൂടി വേണമെന്നുള്ളതിന് AP ഉസ്താദ് അടക്കമുള്ള നമ്മുടെ നേതാക്കളും വിവിധ മുസ്ലിം സംഘടനകളുടെ നേതാക്കളും അപേക്ഷ കൊടുത്തിട്ട് ഓച്ചാനിച്ച് നിൽക്കേണ്ട ഒരു അവസ്ഥയാണ്. പ്രായോഗികമായി വലിയ ബുദ്ധിമുട്ടാണത്. അത് വലിയ ബുദ്ധിമുട്ടാണ്. കാരണം മുസ്ലിങ്ങളും ഈ സമൂഹത്തിലെ വലിയൊരു സൊസൈറ്റിയാണ്, വലിയൊരു വിഭാഗമാണ്. അവരുടെ ആഘോഷം എന്ന് പറഞ്ഞ ഒരൊറ്റ ദിവസത്തിൽ പരിമിതപ്പെടേണ്ടി വരുന്നു. ഞാൻ അതിൻ്റെ വിഷമല്ല തൽക്കാലം പറയുന്നത്. നമ്മൾ ഈ 200 ദിവസം ഒരു പ്രവൃത്തി ദിവസം ഒപ്പിക്കാനുള്ള ശ്രമം നടത്തുമ്പോഴും 10 ദിവസം വീതം ഓണത്തിനും ക്രിസ്തുമസിനും ലീവ് കൊടുക്കുന്നു. അതിൻ്റെ മുന്നേ നടക്കുന്ന ചില സാംസ്കാരികമായ വിഷയങ്ങളും പറയാതെ വയ്യ. സ്കൂളിൽ പഠിക്കാൻ വേണ്ടി വിടണം. സ്കൂളിലെ ആഘോഷങ്ങൾ ഓഗസ്റ്റ് 15-ഉം ഇന്ത്യക്ക് റിപ്പബ്ലിക്കായി മാറിയ ജനുവരി 26-ഉം ഇനി ഗാന്ധി ജനിച്ച ഒക്ടോബർ 2-നുമൊക്കെ ആയിട്ട് ചുരുങ്ങണം. അന്ന് ഗാന്ധിയെക്കുറിച്ച് പഠിപ്പിക്കണം. അന്ന് ഇന്ത്യയുടെ സ്വാതന്ത്ര്യ സമരത്തെക്കുറിച്ച് പഠിപ്പിക്കണം. എന്തുകൊണ്ട് ഇന്ത്യക്ക് സ്വാതന്ത്ര്യം, എന്തുകൊണ്ട് ആഗസ്റ്റ് 15-ന്റെ പ്രത്യേകത, എന്താണ് റിപ്പബ്ലിക് ഡേയുടെ പ്രത്യേകത, ഇതൊക്കെയായിട്ട് ചുരുങ്ങണം സ്കൂളുകളിലെ ഭൗതിക പൊതു വിദ്യാലയങ്ങളിലെ ആഘോഷങ്ങൾ. ഇതിനപ്പുറം നടന്നുകൊണ്ടിരിക്കുന്നത് എന്താണ്? ഒരാഴ്ച നീണ്ടു നിൽക്കുന്ന ഓണാഘോഷം. അതിൽ നിന്ന് കുട്ടിക്ക് മാറി നിൽക്കാൻ പറ്റൂല. മാവേലിയായിട്ട് കുട്ടിയെ ചമച്ചൊരിക്കുന്നു. നിരവധിയായ പെൺകുട്ടികളെ ഓണത്തിന് പറ്റും വിധം വേഷം ധരിപ്പിക്കുന്നു. അവരുടെ ഡാൻസ് നടക്കുന്നു. വേറെ പല പരിപാടികൾ ഉണ്ടാവുന്നു. പൂക്കളം ഒരുക്കുന്നു.
അത്തപ്പൂവിടുന്നു. ഇതൊക്കെ ഒരു മതപരമായ ആഘോഷമാണ്. ഓണം ദേശീയോത്സവം എന്ന് പറഞ്ഞുകൊണ്ട് മാത്രം കാര്യമില്ല. ഇത് മതപരമായ ആഘോഷമാണ്, ഒരു തർക്കമല്ല അതിൽ. എന്തിനാണ് അത്തപ്പൂവിടുന്നത്? എന്തിനാണ് അത്തപ്പൂവിടുന്നത്? മാവേലി കാണാൻ വരുന്നു, അദ്ദേഹത്തെ സന്തോഷിപ്പിക്കണം. ആരാ മാവേലി? നാട് വാണിരുന്നൊരു നല്ല മനുഷ്യനെന്ന് അവര്, അല്ലെങ്കിൽ അദ്ദേഹത്തെ കുറിച്ച് ഐതിഹ്യങ്ങൾ പറയുന്നു. നാട് ഭരിച്ചിരുന്നൊരു നല്ല മനുഷ്യൻ. അദ്ദേഹത്തിന്റെ ഭരണം അസുര രാജാവായിരുന്നു. അദ്ദേഹത്തിന്റെ ഭരണം ദേവന്മാർക്കൊരു വലിയ ബുദ്ധിമുട്ടായി. ഒരു അസൂയ വന്നപ്പോ അദ്ദേഹത്തെ ചവിട്ടി താത്താൻ വേണ്ടി വാമനൻ അവതരിക്കുന്നു. നമ്മുടെ കേരളത്തിലെ എറണാകുളത്തെ തൃക്കാക്കരയിലെന്ന ഐതിഹ്യം. ആ നാടിന് പേര് വരുന്ന തന്നെ അതുകൊണ്ടാണ്, തൃക്കാൽക്കര, ഇയാളുടെ കാല് പതിഞ്ഞതുകൊണ്ട്. അങ്ങനെ നല്ല മനുഷ്യനായി ഭരണം നടത്തിയിരുന്ന അദ്ദേഹത്തെ പാതാളത്തിലേക്ക് ചവിട്ടി താഴ്ത്തുന്നു. എന്നിട്ടൊരു ഓഫർ കൊടുക്കണ്, എല്ലാ തിരുവോണ നാളിലും അദ്ദേഹം തൻ്റെ പ്രജകളെ കാണാൻ വരുന്നു. അദ്ദേഹം വരുമ്പോഴേക്ക് നന്നായിട്ട് സന്തോഷം കാണണം, അതിന് കാണം വിറ്റും ഓണം ഉണ്ണണം. രാജാവ് വരുമ്പോൾ എൻ്റെ നാട്ടില് അന്നത്തെ പോലെ തന്നെ നല്ല സമൃദ്ധിയാണെന്ന് തോന്നണം. അതിന് പൂവിട്ട് അദ്ദേഹത്തെ സ്വീകരിക്കണം. തിരുവോണം എന്ന് പറയുന്ന ഓണം 10ാമത്തെ ദിവസം കഴിഞ്ഞാൽ പിന്നെ തൃക്കാക്കരപ്പൻ എന്ന് പറയുന്ന ഒരു പ്രത്യേകമായ സ്തൂപാണ് ഹൈന്ദവ സഹോദരന്മാർ അവരുടെ മുറ്റത്ത് വെക്കുക. എന്താ കാര്യം? തിരുവോണത്തിൻ്റെ അന്ന് ചവിട്ടിത്താത്തി. പിന്നുള്ളത് വാമനനാണ്. വാമനൻ എന്ന് പറഞ്ഞാൽ 5ാമത്തെ അവതാരമാണ്. അവതാരം എന്ന് പറഞ്ഞാൽ വിഷ്ണു പല രീതിയിൽ ഭൂമിയിൽ ജനിക്കുന്നതാണ്. വിഷ്ണു ആവുന്ന ദൈവം, കാര്യങ്ങളൊക്കെ കൈകാര്യം ചെയ്യുന്ന ദൈവം പല രീതിയിൽ ഭൂമിയിൽ ജനിക്കുന്നു. മത്സ്യകൂർമ്മ വരാഹശ്ച നരസിംഹശ്ച വാമന. മത്സ്യം, കൂർമ്മം, വരാഹം പന്നി, കൂർമ്മം എന്ന് പറഞ്ഞാൽ ആമ, നരസിംഹം വാമനൻ. 5ാമത്തെ അവതാരമാണ് വാമനൻ. അതിനുശേഷമാണ് പരശുരാമൻ വരുന്നതും മഴയെറിയണതും നമ്മുടെ കേരളം ഉണ്ടാവുന്നതൊക്കെ. അത് വേറൊരു ഐതിഹ്യം. പറഞ്ഞുകൊണ്ടിരിക്കുന്നത് തികച്ചും മതപരമായി ബന്ധമുള്ള ഈ ഒരു ആഘോഷം എല്ലാ മതക്കാരും മതമല്ലാത്തവനും നിർബന്ധമായി ആഘോഷിക്കണമെന്ന പെരുമാറ്റച്ചട്ടം, ഏതധ്യാപകനും അതിൽ കൂടിയിരിക്കണമെന്ന് പറയുന്ന തിട്ടൂരം, ഇത് ഒരു മതനിരപേക്ഷ ഭരണഘടനയുള്ള നാടിന് അത്രമേൽ ഗുണപ്രദമല്ല. ഞാൻ പറഞ്ഞല്ലോ, ഓണം ആഘോഷിക്കേണ്ടത്, ക്രിസ്തുമസ് ആഘോഷിക്കരുത്, പെരുന്നാൾ ആഘോഷിക്കരുത്, ഈദുകളൊന്നും ആഘോഷിക്കരുത്, റബീഉൽ അവ്വൽ ആഘോഷം ഉണ്ടാവരുത്. ഉണ്ണിയേശു പിറന്നതിന് ക്രിസ്തുമസ് നടത്തുമ്പോൾ, മുത്തുറസൂൽ ജനിച്ചതിന് റബീഉൽ അവ്വൽ 12നോ മറ്റോ സ്കൂളുകളിൽ ഭൗതിക കലാലയങ്ങളിൽ ഒരാഘോഷം ഉണ്ടാവരുത്. അവിടെ ഉണ്ടാവേണ്ടത് ഭൗതികമായി ഞാൻ നേരത്തെ പറഞ്ഞ ആഗസ്റ്റ് 15ഉം ജനുവരി 26 ഒക്കെ. അല്ലെങ്കിൽ ഏത് മതക്കാരനും എല്ലാ ആഘോഷത്തിലും പങ്കെടുക്കേണ്ടി വരുന്നു. അതാണ് മതസൗഹാർദ്ദം എന്ന് ആരും തെറ്റിദ്ധരിക്കരുത്. മതസൗഹാർദ്ദം എന്ന് പറഞ്ഞാൽ എല്ലാവരുടെ ആരാധനയും എല്ലാവരും നടത്തുക എന്നുള്ളതല്ല. നേരെ മറിച്ച് അവനവന്റെ ആരാധന നടത്തുമ്പോൾ മറ്റൊരുത്തിന് നമ്മളെ കൊണ്ട് ആരാധനയ്ക്കോ മറ്റോ തടസ്സമില്ലാത്ത വിധം സൗഹാർദ്ദപൂർവ്വം ജീവിക്കലാണ്. ക്രിസ്തുമസിനെ പറ്റി ആലോചിച്ച് നോക്കുക. ഉണ്ണിയേശുവിനെ കുറിച്ച് കുട്ടികൾ പഠിക്കുന്നു, അദ്ദേഹത്തിന് വേണ്ടി പുൽക്കൂട് ധരിക്കുന്നു, നക്ഷത്രം തൂക്കുന്നു. ഈ നക്ഷത്രത്തിനൊക്കെ വലിയ മതപരമായ പ്രാധാന്യമുണ്ട്. ആട്ടിടയന്മാർ യേശുവിൻ്റെ ജനനം കരുതിയിട്ട് ബത്ലഹേമിലേക്ക് നടന്നപ്പോൾ ഇവർക്ക് വഴിയറിയാതെ വന്നപ്പോൾ ഒരു നക്ഷത്രം ഉദിച്ചുയർന്നു വന്നു എന്നാണ്. അതിൻ്റെ സിമ്പലായിട്ടാണ് ഇന്ന് ഡിസംബർ ആകുമ്പോഴേക്ക് ഒരു വിഭാഗം ക്രിസ്ത്യാനികൾ നക്ഷത്രം തൂക്കുന്നത്. ഡിസംബറിന് ക്രിസ്തുമസ് ആഘോഷിക്കാത്ത കുറേ സഭകളുണ്ട്. അത് വേറൊരു കാര്യം. ഒരിക്കലും ഡിസംബർ 25-ന് യേശു ജനിച്ചിട്ടില്ല എന്ന് അവർ പറയണത്. ഡിസംബർ 25 എന്ന് പറഞ്ഞാൽ സൂര്യദൈവത്തിന്റെ ജനന ദിനമാകുന്നു. AD 325 നിഖിയയിൽ വെച്ച് നടന്ന കൗൺസിൽ സുന്നഹദോസിൽ വെച്ച് റോമൻ മതവും ക്രിസ്തു മതവും മിങ്കിൾ ചെയ്തിട്ട് ഒരു സംയുക്ത മതം രൂപപ്പെട്ടപ്പോ റോമക്കാരുടെ പ്രധാന ദൈവമാകുന്ന സൺ, ആ സണ്ണിന്റെ ജനനദിനം യേശുവിന്റെ ജനദിനമായി അന്ന് പ്രഖ്യാപിക്കപ്പെടുകയാണ് ഡിസംബർ 25. അതുവരെ ശാബത്തായിരുന്നു ക്രൈസ്തവരുടെ ആരാധനാ ദിവസം, ശനി, സബത്ത്, ശാബത്ത്. പക്ഷേ സൂര്യദൈവം ജനിച്ചുവെന്ന് റോമക്കാർ വിശ്വസിക്കുന്ന സൺഡേ, സൂര്യന്റെ ദിവസം, അത് പിന്നീട് അവരുടെ ആരാധനാ ദിനമൊക്കെ മാറുന്നത് ഈ AD 325 നിഖിയയിൽ വെച്ച് നടന്ന സുന്നഹദോസിന് ശേഷമാണ്. അവ സ്റ്റാർ തൂക്കാൻ ഓരോ കുട്ടിയും നിർബന്ധിപ്പിക്കപ്പെടുക എന്ന് പറഞ്ഞാൽ വേറൊരാളുടെ മതപരമായ ആചാരം എല്ലാവരും ചെയ്യണം എന്നാണ്. മതമില്ലാത്ത കുട്ടികൾ ഉണ്ടാവും.
മതമില്ലാത്ത ജീവനൊക്കെ നമുക്കറിയാമല്ലോ. മതമില്ലാത്ത കുട്ടികളുണ്ടാവും, വേറെ വേറെ മതക്കാരുണ്ടാവും. ഓരോരുത്തരുടെയും മതവിശ്വാസം അനുസരിച്ചും മതമില്ലായ്മ അനുസരിച്ചും അവരുടെ ജീവിതം അവരുടെ വീട്ടിലും അവരുടെ കുടുംബക്കാരുടെ വീട്ടിലും അവരുടെ പശ്ചാത്തലത്തിലും അവരുടെ ആരാധനാലയങ്ങളിലും നടക്കട്ടെ എന്ന് വെക്കാതെ പൊതുവേദികളെ ഒരാഴ്ചയോളം ഇത്തരം ആഘോഷങ്ങൾക്ക് ഉപയോഗപ്പെടുത്തുന്നതിന്, സാന്താക്ലോസ് വേഷം ധരിച്ച് കുറേ കുട്ടികൾ ഇറങ്ങുന്നതിന്, ഓണത്തിന് തിരുവാതിരക്കളിക്കുള്ള ഈ സെറ്റുമുണ്ടും സാരിയും അതിനുള്ള ബ്ലൗസൊക്കെ ഇട്ട് ധാരാളം കുട്ടികൾ ഒന്നിച്ചു ചേർന്ന് കൂട്ട ഡാൻസും തിരുവാതിരക്കളിയും നടത്തുന്നതിന് സപ്പോർട്ട് ചെയ്യുന്നത് അത്ര ജനാധിപത്യമല്ല എന്നാണ് എനിക്ക് തോന്നുന്നത്. കുറേ അത്തരം കാര്യങ്ങളുണ്ട്. ഞാൻ പറയണത് പ്രാധാന്യത്തോടു കൂടെ 200 ദിവസം പ്രവൃത്തി നടത്താൻ പറ്റാത്ത സാഹചര്യത്തിലാണ് ഇത്തരം മതപരമായ ആഘോഷങ്ങൾക്ക് വേണ്ടി കുറേ ലീവ് കൊടുക്കുന്നത്. പിന്നെ നമ്മുടെ കുട്ടികളുടെ സ്കൂളും പശ്ചാത്തലവും കൂട്ടുകാരെയും നമ്മൾ നന്നായിട്ട് ശ്രദ്ധിക്കണം. കൂട്ടുകാരുടെ ആറ്റിറ്റ്യൂഡ് അനുസരിച്ച് കുട്ടികളുടെയും ദർശനങ്ങളും ആദർശങ്ങളും അവരുടെ ജീവിത രീതിയും മാറിക്കൊണ്ടിരിക്കും. കുട്ടികളുടെ ഭക്ഷണക്രമം നന്നായിട്ട് നമ്മൾ ശ്രദ്ധിക്കണം. ഈ സ്നാക്സ് എന്നൊക്കെ പറഞ്ഞിട്ട് ബേക്കറി കൊടുത്തയക്കുന്ന ഒരു രീതിയുണ്ട്. ഈ KG മുതൽ ഏകദേശം LPയിലൊക്കെ ഒരു 11 മണിക്ക് അവറ്റങ്ങൾ ഇത് നന്നായിട്ട് തിന്നും. ആ തിന്നൽ കഴിഞ്ഞാൽ പിന്നെ ഉച്ചക്ക് ഒരു ഭക്ഷണം അവർ തിന്നില്ല. മദ്രസക്ക് പോകുന്ന കുട്ടികളെ നമ്മൾ നന്നായിട്ട് ശ്രദ്ധിക്കണം. ആവശ്യമായ പോഷകങ്ങളുള്ള ഫുഡ് നൽകണം. നല്ലൊരു ഡയറ്റീഷ്യനെ കാണണം, അല്ലെങ്കിൽ അതേക്കുറിച്ചുള്ള വിജ്ഞാനമുള്ള ആരോടെങ്കിലും ചോദിക്കണം. അവർക്ക് ആവശ്യമുള്ള പോഷകങ്ങൾ നൽകിയാവണം മദ്രസയിലേക്ക് പറഞ്ഞേക്കുന്നത്. ഉമ്മക്ക് എഴുന്നേൽക്കാൻ വലിയ ബുദ്ധിമുട്ടാണ്. അപ്പം 4-5 കുപ്പിയിൽ നിറച്ച് ബേക്കറി കൊണ്ടുവന്ന് വെച്ചിട്ടുണ്ടാവും. അതും ചായയും കൊടുത്താൽ കുട്ടി വയറ് നിറച്ച് അതങ്ങോട്ട് തിന്നും. നമുക്കറിയാവോ, ഈസ്റ്റ് എന്നറിയുന്ന സാധനം പൊതുവെ ബൺ ടൈപ്പിൽ, കേക്ക് ടൈപ്പിലൊക്കെ ചേർക്കുന്ന ഒരു സാധനമാണ്. യൂറോപ്യൻ രാജ്യങ്ങളിൽ അനുവദിച്ച കണക്കിന്റെ 230-ലേറെ ഇരട്ടിയാണ് നമ്മുടെ നാടുകളിൽ അത് ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്നത്. അങ്ങനെ വരുമ്പോൾ ഇത് തിന്നുന്ന ഒരു കുട്ടിയുടെ വയറിൽ ഇതൊക്കെ കൂടെ ഒരു ഫെവിക്കോള് പോലെ അങ്ങടായിത്തീരാണ്, ഒരു വമ്പിച്ച ഗമ്മ് പോലെ ആവുകയാണ്. ആ കുട്ടി പിന്നെ മദ്രസ വിട്ടുവന്ന ഒന്നും തിന്നൂല. സ്കൂളിലേക്ക് സ്നാക്സ് കാരണം കൊടുത്തേക്കുന്നതും ഈ തരായി തന്നെ. നമുക്ക് വേണമെങ്കിൽ ചെറുപയർ മുളപ്പിച്ചിട്ട് അതുമായി ബന്ധപ്പെട്ട് മധുരമൊക്കെ ഇട്ടിട്ട് എന്തെങ്കിലും സാധനം ഉണ്ടാക്കി കൊടുക്കാം. കുട്ടിക്ക് ചെറിയ കാലം മുതൽ അത് ശീലിപ്പിക്കാം. ഒരു ചെറിയ കുട്ടിക്ക് നമ്മൾ പഞ്ചസാര ചേർക്കാതെ ചായ കൊടുത്തു വന്നിട്ടുണ്ടെങ്കിൽ, വേറെ എന്തെങ്കിലും പാനീയം കൊടുത്തിട്ടുണ്ടെങ്കിൽ ആ കുട്ടി അത് തന്നെ കുടിച്ച് ശീലിക്കും. നമ്മൾ ചെറിയ കുട്ടിയല്ലേ എന്ന് കരുതിയിട്ട് അതിന് ഉണ്ടാക്കുന്ന കുറുക്ക് പോലത്തെ ഏറ്റവും പ്രാഥമിക ഫുഡിൽ പോലും മധുരം ചേർത്തുകൊണ്ട് ശീലിച്ചുകൊണ്ടിരിക്കുകയാണ്. കേരളം പ്രമേഹത്തിന്റെ തലസ്ഥാനമാണ്. 10 വയസ്സുള്ള കുട്ടികൾക്ക് ധാരാളമായി, അതിൻ്റെ താഴെയുള്ള കുട്ടികൾക്ക് പ്രമേഹമുള്ള നാടാണ് നമ്മുടെ കേരളം. തലസ്ഥാനം എന്ന് പറഞ്ഞാൽ വേൾഡ് ലെവലിൽ തലസ്ഥാനമാണ്. B ടൈപ്പ് പ്രമേഹവും A ടൈപ്പ് പ്രമേഹവും. ഈയിടെ ഒരു 17 വയസ്സുള്ള കുട്ടി, വടകരക്കാരി പെൺകുട്ടി മരണപ്പെട്ടു. എന്തേ മരിക്കാൻ കാരണം? ലാസ്റ്റാ കണ്ടുപിടിച്ചത് അവർ A ടൈപ്പ് പ്രമേഹം സ്ട്രോങ് ആയി വന്ന കുട്ടിയായിരുന്നു. അപ്പൊ ആരോഗ്യപരമായ ഫുഡ് കുട്ടികൾക്ക് നൽകുക എന്നുള്ളത് നമ്മുടെ ഒരു ബാധ്യതയായിട്ട് ഏറ്റെടുക്കണം. അത് കഴിക്കുന്നുണ്ടോന്ന് ഉറപ്പ് വരുത്തുകയും വേണം. അവിടെ മാത്രം ഞാനത് നിർത്തുകയാണ്. സ്കൂളുമായി ബന്ധപ്പെട്ട് 2 കാര്യം കൂടെ പറയേണ്ടതുണ്ട്. ഒന്ന്, അധ്യാപകർ. ഈ അധ്യാപകർക്ക് പല ആദർശങ്ങളും ഉണ്ടാവും. അത് കുട്ടികൾക്ക് അടിച്ചേൽപ്പിക്കുന്നത് രക്ഷിതാക്കളാവുന്ന നമ്മൾ നന്നായിട്ട് ശ്രദ്ധിക്കണം. വ്യാപകമായി അത് നടക്കുന്നത് ഈ അറബി അധ്യാപകരൊക്കെ ആയിട്ട് കയറി വരുന്ന മുജാഹിദ് പ്രവർത്തകരൊക്കെ. നമ്മളത് പറയാതെ വയ്യ. ഈ കഴിഞ്ഞ വർഷം എൻ്റെ മോനൊക്കെ പഠിക്കുന്നിടത്തേക്ക് ഞങ്ങളൊരു 10-20 മുസ്ലിം ജമാഅത്തിൻ്റെ ആളുകളും SYSകാർ കൂടെ ചെന്നിട്ട് കർശനമായി നടപടിയെടുത്തൊരു കേസാണിത്. അങ്ങനെ എല്ലാ നാട്ടിലും ഉണ്ടാവും. അറബി പഠിക്കണമെന്നുണ്ടെങ്കിൽ, സ്കൂളിൽ അറബി പഠിക്കണമെന്നുണ്ടെങ്കിൽ സ്കൂളിൽ നിന്ന് തന്നെ അറബി പഠിച്ചോളണമെന്ന് യാതൊരു വാശിയില്ല. സ്കൂളിൽ അറബി പഠിക്കണമെന്നുണ്ടെങ്കിൽ, ആ ഒരു സംവിധാനം നിലനിൽക്കണമെന്നുണ്ടെങ്കിൽ അതിനോട് മാത്രം ആത്മാർത്ഥത കാണിക്കുന്നവരായി അധ്യാപകർ മാറണം. ഇതും വെച്ച് വൃത്തികെട്ട നജിദിയൻ തൗഹീദ് പഠിപ്പിക്കുന്ന ശൈലി വ്യാപകമാണ്. എട്ടും പൊട്ടും തിരിയാത്ത കുട്ടികളെ ചെറിയ പ്രായത്തിൽ തന്നെ നജിദിയൻ തൗഹീദിന്റെ ആളുകളാക്കി മാറ്റുന്നു. പൂർവികരെല്ലാവരും മുശ്രിക്കുകളാണെന്ന് പഠിപ്പിച്ചുകൊണ്ടിരിക്കുന്നു. നമ്മൾ ഇതുവരെ അനുവർത്തിച്ചു വന്ന അദ്ദാദ് മുതൽ മൗലിദ് വരെ ശിർക്കാണെന്ന് ഈ അധ്യാപകയന്മാർ, ഇവരധ്യാപകരല്ല, അധ്യാപകയരാണ്. ഞാൻ ഏതെങ്കിലും ഒരു സമൂഹത്തെ കുറിച്ചല്ല പറയണത്. ഇങ്ങനത്തെ ദുരുദ്ദേശം സർക്കാരിന്റെ ശമ്പളം പറ്റി നിർവഹിക്കുന്ന ആളുകൾ തീർച്ചയായും
അത്തരം ശൈലിയിൽ നിന്ന് മാറി ഭാഷ പഠിപ്പിക്കലാണ് ലക്ഷ്യമെങ്കിൽ അത് മാത്രം കൈകാര്യം ചെയ്യുന്ന ഒരു ശൈലി വേണം. അവർക്ക് നന്നാവും വലിയ പണിയായിരിക്കും. രക്ഷിതാക്കൾക്ക് നല്ല ശ്രദ്ധ വേണം. എന്താ പഠിപ്പിച്ചതെന്ന് കുട്ടിനോട് ചോദിച്ചുകൊണ്ടിരിക്കണം. ഒന്ന്. സമാനമായ മറ്റൊരു ആന്തോളനമാണ് ഈ നിരീശ്വരവാദികളാവുന്ന അധ്യാപകന്മാർ കുട്ടികളെ സയൻസ് ക്ലാസ്സിലും മറ്റും വെച്ച് മതവിരുദ്ധത പഠിപ്പിച്ചുകൊണ്ടിരിക്കുന്നത്. അവർക്ക് അവരുടെ ആദർശമാവാം, ആർക്കും ആരുടെ ആദർശമാവാം. പക്ഷെ അത് എട്ടും പൊട്ടും തിരിയാത്ത കുഞ്ഞുങ്ങൾക്ക് നിർബന്ധമായി അടിച്ചേൽപ്പിക്കുന്ന ശൈലി വന്നാൽ അത് തീർത്തും എതിർക്കപ്പെടേണ്ടതാണ്. PTA കമ്മിറ്റികളിലൊക്കെ നമ്മൾ സജീവമാവണം. യോഗങ്ങളിലൊക്കെ നമ്മൾ തന്നെ പോകണം. ഇന്നിപ്പോൾ കുട്ടിൻ്റെ യോഗം ഉണ്ടല്ലോ, ഒപ്പിടാൻ വേണ്ടിയിട്ട് ഇനി പൊയ്ക്കോന്നും പറഞ്ഞ് വൈഫിനെ ഏർപ്പെടുത്തരുത്. അല്ലെങ്കിൽ അയൽവാസി പോകുമ്പോൾ എൻ്റെ കുട്ടിൻ്റെയും കൂടി ഒപ്പിട്ടുള്ളട്ടോ എന്ന് പറഞ്ഞയക്കരുത്. കുട്ടിയോട് എന്തൊക്കെയാണ് ഇവർ പഠിപ്പിക്കുന്നത് എന്നുള്ളത് നമ്മൾ നന്നായിട്ട് അന്വേഷിച്ചറിയുക തന്നെ വേണം. ഏറ്റവും പ്രാധാന്യം മതത്തിനാണെന്ന് നമ്മൾ മനസ്സിലാക്കണം, ആദർശത്തിനാണെന്ന് മനസ്സിലാക്കണം. വിശ്വാസം നശിച്ചിട്ട് വഹാബിയായും യുക്തിവാദിയായും ലിബറലിസ്റ്റായും നമ്മുടെ കുട്ടി 10ാം ക്ലാസ്സും +2 കഴിഞ്ഞ് വരുന്നാൽ ആ കുട്ടി സമൂഹത്തിനും കുടുംബത്തിനും നമുക്ക് വ്യക്തിപരമായി ഉണ്ടാക്കുന്ന ദോഷങ്ങളെ കുറിച്ച് ആലോചിച്ചു. മരണപ്പെട്ടു പോയാൽ നമുക്ക് വേണ്ടി പ്രാർത്ഥിക്കേണ്ടവൻ എന്ത് പ്രാർത്ഥന, എന്ത് നിസ്കാരം, എന്ത് ദൈവം, എന്ത് റസൂൽ എന്നും പറഞ്ഞ് നടക്കുന്ന ഒരു വൃത്തികേടിലേക്ക് എത്തിയാൽ ഇത് മതത്തിന്റെ ഒരു തകരാറുണ്ടോ അല്ല കേട്ടോ. ലിബറലിസം വല്ലാതെ കയറുമ്പോൾ സർവതന്ത്ര സ്വാതന്ത്ര്യം എന്ന് പറയുന്ന ആ ഒരു ചുളിവിലൂടെ നമ്മൾ നല്ല മനസ്സിലാക്കുക, മതത്തിന് യാതൊരു തകരാറുമില്ല. ദാർശനികമായി, തെളിവുപരമായി, ബുദ്ധിപരമായി, പ്രായോഗികമായി, ചരിത്രപരമായി പരിശുദ്ധ ഇസ്ലാമിന് ഒരു 0.5% തകരാറ് കാണിക്കാൻ ഒരു വിമർശകർക്കും സാധ്യമല്ല. പിന്നെ എങ്ങനെയാണ് മതം വേണ്ടെന്ന് ഈ സൊസൈറ്റിയിൽ പറഞ്ഞ ചില കുട്ടികൾ തന്നെ തീരുമാനിക്കുന്നത്? ലിബറലിസം എന്ന മോഹന വാഗ്ദാനം ഏത് രീതിയിലും താന്തോന്നിത്തം കാട്ടി നടക്കാനുള്ള സ്വാതന്ത്ര്യം, ആരെയും ലൈംഗികമായ വൃത്തികൾക്ക് ഉപയോഗപ്പെടുത്താൻ പറ്റുന്ന സ്വാതന്ത്ര്യം, തൻ്റെ ക്ലാസ് കുട്ടിയോടും തൻ്റെ സഹപാഠിയോടും ടീച്ചറോടും അധ്യാപകനോടും ഒക്കെ ലിബറലായിട്ട് ജീവിച്ച് അവർക്ക് ആവശ്യമുള്ള രീതിയിൽ പെരുമാറാനുള്ള സ്വാതന്ത്ര്യം, ആരെയും വഞ്ചിക്കാനുള്ള സ്വാതന്ത്ര്യം, എങ്ങനെയും സമ്പത്ത് സ്വരൂക്കൂട്ടാനുള്ള സ്വാതന്ത്ര്യം, ഇതൊക്കെ മോഹനമായി മുന്നിൽ നിൽക്കുമ്പോൾ ഇതിനൊക്കെ വിലങ്ങാകുന്ന, ധർമ്മനിഷ്ഠനായി ജീവിക്കണമെന്ന് കൽപ്പിക്കുന്ന, ആരെയും അതിക്രമിക്കരുതെന്ന് പറയുന്ന, സെക്സ് വളരെ മര്യാദക്ക് നടത്തേണ്ട, നിയതമായി നടത്തേണ്ട ഒരു വികാരമാണെന്ന് പഠിപ്പിക്കുന്ന മതത്തോട് അവർക്ക് താല്പര്യം കുറയുന്നു. താന്തോന്നികളായിട്ട് ജീവിക്കാൻ മതം തടസ്സം നിൽക്കുമ്പോൾ എന്നാ പിന്നെ നല്ലത് മറ്റേതാണെന്ന് തീരുമാനിക്കുന്നു. അല്ലാതെ മതത്തിന് എന്തെങ്കിലും തകരാറ്, ഞാൻ നേരത്തെ എണ്ണി പറഞ്ഞല്ലോ, ഏതെങ്കിലും രീതിയിലുള്ള ഒരു തകരാറ് തെളിയിക്കാൻ ഈ ടീമിൽ ആർക്കുമേ സാധ്യമല്ല. ഇത് ചരിത്രവും വർത്തമാനവും അങ്ങനെ തന്നെയാണ്. പക്ഷേ ഇത്തരം കാര്യങ്ങൾ കാണിച്ച് മക്കളെ പ്രലോഭിപ്പിച്ച് ആദർശ വ്യതിയാനം നടത്തുന്ന അധ്യാപകരുണ്ടെങ്കിൽ അവരെ തീർച്ചയായിട്ടും തിരുത്തേണ്ടതുണ്ട്. ഒപ്പം നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു പ്രധാനപ്പെട്ട സംഗതിയാണ് സ്കൂളുകളിലുള്ള ആഘോഷ പരിപാടികൾ. ഞാൻ നേരത്തെ പറഞ്ഞ ഓണം ക്രിസ്തുമസ് അല്ല, അവരുടെ ആനിവേഴ്സറി യോഗങ്ങൾ, കൂത്താട്ടങ്ങൾ, ഗാനമേളകൾ, ടൂർ പ്രോഗ്രാമുകൾ. സ്കൂളിൽ നിന്ന് ടൂർ പോകുന്നതിന് പഠനയാത്ര എന്നാണ് പേര്. പക്ഷെ പഠിക്കുന്നത് അവരുടെ ബയോളജിയുടെ മറ്റ് ചില രഹസ്യ സംഗതികളാണെന്ന് മാത്രം. സ്കൂളിൽ നിന്ന് ടൂർ പോയിട്ട് പല ജാതി തോന്നിവാസങ്ങൾ പഠിച്ച് വൃത്തികെട്ട കുട്ടികളായി മാറുന്ന വലിയൊരു സമൂഹമുണ്ട്. എല്ലാ അധ്യാപകരെയും എല്ലാ സ്കൂളിനെയും എല്ലാ പഠനയാത്രകളെയും കുറിച്ചല്ല ഞാൻ പറയുന്നത്. രാത്രികളിലുള്ള പഠനയാത്രകൾ, 4 ദിവസം 5 ദിവസം നീണ്ടു നിൽക്കുന്ന പഠനയാത്രകൾ ഒരിക്കലും ഒരു മുസ്ലിം വിദ്യാർത്ഥിക്ക് സംഗതമല്ലെന്ന് മനസ്സിലാക്കണം. ആ 4 ദിവസവും നിസ്കാരം അവർ ഒഴിവാക്കിയിട്ടുണ്ടാകും, ഖുർആനൊത്ത് അവർ ഒഴിവാക്കിയിട്ടുണ്ടാകും, തോന്നിവാസങ്ങൾ പലതും ശീലിച്ചിട്ടുണ്ടാകും, പരസ്പരം ഡാൻസ് ചെയ്തിട്ടുണ്ടാകും, സ്കൂൾ ബസ്സിൽ അങ്ങോട്ടും ഇങ്ങോട്ടും ജോഡി തിരിഞ്ഞു നിന്ന് ശരീരഭാഗങ്ങൾ ഉരസിയും പരസ്പരം ആലിംഗനം ചെയ്തും അവരാഘോഷിച്ചിട്ടുണ്ടാകും. അപ്പൊ കുട്ടികളെ ആദ്യം തന്നെ പറഞ്ഞതിലേക്ക് പ്രേരിപ്പിച്ചുകൊണ്ടിരിക്കും. അപ്പൊ ഇനി നീ പോണ്ട മോളെ എന്ന് പറഞ്ഞാൽ അവള് മുഖം കറക്കും. അങ്ങനത്തെ കറുപ്പൊരാനന്ദമായി എടുക്കാൻ പ്രിയപ്പെട്ട രക്ഷിതാക്കളെ നിങ്ങൾക്ക് മനസ്സുണ്ടാകണം. മുഖം കറുക്കുകയാണെങ്കിൽ നീ കറുത്തവിടെ ഇരുന്നോന്ന് പറയണം.
പിന്നെ മക്കളുടെ ആഘോഷങ്ങൾ, അതിന് നമ്മൾ ധാർമ്മികമായ സംവിധാനങ്ങൾ ഉണ്ടാക്കണം. നമ്മൾ ഹലാലായ കുടുംബക്കാരെല്ലാവരും കൂടെ ചേർന്നിട്ട് ഒരു മിനി വാനൊക്കെ എടുത്ത് ഈ പോകുന്ന സ്ഥലത്തേക്കൊക്കെ ഒന്ന് കൊണ്ടുപോകണം. കുട്ടികളെ കൊണ്ടുപോകരുതെന്നൊന്നും ഞാൻ പറയണില്ലേ, കൊണ്ടുപോകണം. അവർക്കും ആനന്ദങ്ങൾ വേണം. ആ സമയത്ത് കടുംപിടുത്തക്കാരനായ വാപ്പത്തിരി ലിബറലാവണം. ഈ പോണ്ടടുത്തൊക്കെ പോണം. മറ്റു കുട്ടികളെ വന്ന് ഇതിന്റെ കഥകൾ ഇങ്ങനെ പറയുമ്പോൾ, തിരുവനന്തപുരത്ത് സൂവിൽ പോയിട്ട് കുരങ്ങനെ കണ്ട ആ ഒരു സന്തോഷം ഇങ്ങനെ പറയുമ്പോൾ, ജീവിതത്തിൽ ഇതുവരെ ഒരു കുരങ്ങനെ കാണാത്തതിന് വിഷമിച്ച് നമ്മുടെ കുട്ടികൾ ഇരിക്കരുത്. അവരെയും കൊണ്ടുപോയിട്ട് കുരങ്ങനൊക്കെ ഒന്ന് കാണിച്ചു കൊടുക്കണം. ഈ സാധുവിനെ കുറിച്ചാണ് നിങ്ങളെ വല്ലിപ്പ എന്ന് പറയുന്നത്. നോക്കി നിങ്ങൾ എന്തൊരു വൈരുദ്ധ്യമാണെന്ന് ചോദിച്ചു നോക്കണം. സ്കൂൾ പഠനത്തിന് വേണ്ടി മാത്രമാക്കണം ഇത്തരം ആഘോഷങ്ങൾക്കോ. പിന്നെ ഈ ഗാനമേളൊക്കെ വിജയിച്ചു എന്നറിയാം എങ്ങനെയാണ്? തല്ലുണ്ടാവുമ്പോൾ മാത്രം, അടിച്ചു നിരത്തുമ്പോൾ മാത്രം. പാട്ട് പാടാൻ വന്ന പാട്ടുകാരത്തിനെ ആരൊക്കെയോ ചേർന്നിട്ട് പൊത്തിപ്പിടിച്ച് തല്ലുള്ളാതെ രക്ഷപ്പെടുത്തുമ്പോൾ മാത്രം, ട്യൂബ് മൊത്തം പൊട്ടിച്ചെതറുമ്പോൾ മാത്രം. അല്ല, മര്യാദക്ക് വഴുത് കഴിഞ്ഞ മാതിരി സലാത്തും ചൊല്ലി പിരിഞ്ഞുപോയ ഗാനമേള വിജയിച്ചില്ല. ഇപ്പൊ ഇന്നലെയാണ് കോഴിക്കോട് ഒരു മോട്ടിവേഷൻ സ്പീക്കർ വന്നിട്ട് വമ്പിച്ച തെറി പറഞ്ഞിട്ട് കോഴിക്കോട്ടുകാരെല്ലാവരും കൂടി കൂവി ഇറക്കി വിട്ടത്. 4 ലക്ഷം രൂപ എത്ര അവൻ്റെ വഴുതിൻ്റെ ഫീസ്? 4 ലക്ഷം രൂപ 2 മാസം മുന്നേ ബുക്ക് ചെയ്തിട്ടുണ്ടല്ലോ. എന്നിട്ട് വന്നിട്ട് മനുഷ്യന്മാരെ മൂത്ത് നോക്കിയിട്ട് തെണ്ടികളെ അങ്ങനെ തുടങ്ങി. എനിക്ക് പറയാൻ പറ്റാത്ത കുറേ വേർഡ്സ് ഉണ്ട് അവൻ്റെ നല്ല സുന്ദരമായ മനോഹരമായ പ്രയോഗങ്ങൾ. ആലോചിച്ച് നോക്ക് നിങ്ങൾ. ഇങ്ങനെയൊക്കെ ആവുമ്പോഴാണ് ആ പൊതുപരിപാടി അങ്ങനെ ആവുള്ളൂ, ഉഷാറാവുള്ളൂ. അപ്പൊ കൂക്കണം, വിളിക്കണം, തല്ലണം, കുത്തണം, തിരക്കുണ്ടാവണം, ശ്വാസം മുട്ടണം, അതിൻ്റെ ഇടയിൽ എന്തൊക്കെയോ നടക്കണം. ഇതല്ല നമ്മൾ വിദ്യാഭ്യാസം കൊണ്ട് മനസ്സിലാക്കേണ്ടത്. ഇനി വലിയ വലിയ കോഴ്സുകളുണ്ട്, അതേക്കുറിച്ച് പഠിക്കുമ്പോൾ ഈ ഹോസ്റ്റൽ സംവിധാനം നമ്മൾ നല്ലോണം ശ്രദ്ധിക്കേണ്ടതാണ്. ഹോസ്റ്റലുകളിൽ എന്തു നടക്കുന്നു എന്നുള്ളതിനെ കുറിച്ച് നന്നായിട്ട് ആലോചിക്കണം. 2 ദിവസം ലീവിന് പണം ഉണ്ടാക്കാൻ ഈ കുട്ടികൾ എന്തൊക്കെ ചെയ്യുന്നു എന്നുള്ളതിനെ കുറിച്ച് പഠിക്കണം. ബാംഗ്ലൂർ പോലെയുള്ള മെട്രോ സിറ്റികളിൽ ഹോസ്റ്റലിൽ താമസിക്കുന്ന കുഞ്ഞുങ്ങളുടെ ധാർമ്മികതയെ കുറിച്ച് ഗൗരവത്തിൽ ആലോചിക്കണം. എവിടെയാണ് പഠിക്കുന്നത് പോലും രക്ഷിതാക്കൾക്ക് അറിയില്ല. അവർ ബാംഗ്ലൂരിലാന്ന് പറയും, എന്താ പഠിക്കുന്നത് അതും അറിയില്ല, എവിടെയാണ് നിൽക്കുന്നത് അതും അറിയില്ല. അവരൊക്കെ എങ്ങനെയാണ് ജീവിക്കുന്നത്? ആ മജസ്റ്റിക്കിന്റെ ഭാഗത്തൊക്കെ ഒന്ന് പോയി ബസ്സിറങ്ങിയിട്ട് നമ്മൾ കേരളക്കാരനെല്ലാന്ന് തോന്നും വിധം വല്ല വേഷമൊക്കെ ധരിച്ചിട്ട് വെറുതെ ആ സൈഡിലുള്ള കമ്പിമ്മ ചാരി ഇങ്ങനെ നിൽക്കുക. മലയാളി കുട്ടികൾ ചർച്ച ചെയ്ത് പോകുന്നത് എന്താണെന്ന് അപ്പോൾ മനസ്സിലാകും. രാത്രി 1 മണിക്കും 12 മണിക്കും ഡിവൈഡറിൽ കാറ് കയറി വീണ് മരണപ്പെടുമ്പോൾ ആ കുട്ടികളുടെ ലിസ്റ്റ് വരുമ്പോൾ ഒരു മാപ്പിളക്കുട്ടിയും 2-3 അന്യമതക്കാരാകുന്ന ആൺകുട്ടികളും എവിടുന്ന രാത്രി 1 മണിക്ക് അവർ വരുന്നത്? ഇത്ര പേരുള്ള ഡിവൈഡറിൽ ഇടിച്ചു കയറാൻ മാത്രം അവരുടെ കാറിന് എന്താ പറ്റിയേ? മെട്രോയുടെ പില്ലറിൽ ഇടിച്ചു കുട്ടി മരിച്ചു. വിദ്യാർത്ഥികൾ സഞ്ചരിച്ച കാറ് മെട്രോയുടെ പില്ലറിൽ ഇടിച്ചു, എന്നിട്ട് കുട്ടി മരിച്ചു. പേര് വരുന്നു ഏതെങ്കിലും ഒരു ഫാത്തിമ അൻസിയ പേര് വരുന്നു. ഒപ്പുള്ള കുട്ടികൾ ഏതെങ്കിലും രാഹുലും ഏതെങ്കിലും ഫിലാപ്പോസും അങ്ങനെയൊക്കെ വരുന്നു. ഈ പേരൊക്കെ മുഹമ്മദും ഉമറും അബൂബക്കറും ആയൊക്കെ ശരിയാന്നല്ല ഞാൻ പറയണത്. നട്ടപ്പാതിരക്ക് രാത്രി 1 മണിക്ക് കള്ളും കുടിച്ചിട്ട് ഹൈ സ്പീഡിൽ കൺട്രോൾ തെറ്റി കാറ് വന്ന് മെട്രോയുടെ പില്ലറിലിടിച്ചു മരിക്കുമ്പോ നമ്മളെ കുട്ടീനെ നമ്മൾ പഠിക്കാൻ വിട്ടതായിരുന്നു. രാത്രി 1 മണിക്ക് ബാംഗ്ലൂർ സിറ്റിയിലൂടെ അന്യപുരുഷരോടൊപ്പം തെണ്ടി നടക്കാൻ വിട്ടതല്ലായിരുന്നു. പക്ഷെ വാപ്പക്കറിയില്ല അവൾ എന്താ ചെയ്യണത് എന്നുള്ളത്, അവൻ എന്താണ് ചെയ്യുന്നത് എന്നത്. സ്കൂളുകളിൽ നിന്നുള്ള ബന്ധങ്ങൾ, ആണും തമ്മിലുള്ള ബന്ധങ്ങൾ, പെണ്ണും തമ്മിലുള്ള ബന്ധങ്ങൾ, അങ്ങനെ വളർന്നു വന്ന് അവസാനം മാതാപിതാക്കളെ ബന്ധിച്ചുകൊണ്ടിരിക്കുന്ന കുറേ പെൺകുട്ടികളെ നമ്മൾ നിരന്തരമായി സോഷ്യൽ മീഡിയയിലും മറ്റും കണ്ടുകൊണ്ടിരിക്കുന്നു. അവരെ ഇന്റർവ്യൂ ചെയ്യാൻ വേണ്ടി വരി നിൽക്കുന്ന വ്ളോഗർമാർ മൊത്തം എന്താ അവർ പറയുന്നത്? മൊത്തം മാതാപിതാക്കളെ ശക്തമായി ബന്ധിച്ചുകൊണ്ടിരിക്കുക. പെണ്ണും ദമ്പതികളായിട്ട് ജീവിക്കുകയാണ്. ഞാൻ പേരൊന്നും പറയുന്നില്ല. പെണ്ണും ദമ്പതികളായി ജീവിക്കുന്നു. എന്നിട്ട് വാ തുറന്നാൽ ഏത് ഇന്റർവ്യൂവിലും മാതാപിതാക്കളെ ചീത്ത പറഞ്ഞുകൊണ്ടിരിക്കുന്നു. മാതാപിതാക്കൾ നമുക്ക് സ്വാതന്ത്ര്യം തരണം, അല്ലെങ്കിൽ അവർ നമ്മളെ പ്രസവിക്കരുതായിരുന്നു എന്ന് ഈ കഴിഞ്ഞ ആഴ്ചയിൽ നടത്തിയ ഇന്റർവ്യൂവിൽ പോലും അങ്ങനെ ജീവിക്കുന്ന മുസ്ലിം പേരുള്ള 2 പെൺകുട്ടികൾ നിർലജ്ജം പറയുന്നു. സ്വാതന്ത്ര്യം തരണം. എന്ത് സ്വാതന്ത്ര്യം? ഇങ്ങനെ തെറിച്ച് നടക്കാൻ, പെണ്ണുമായി ലൈംഗിക ബന്ധം നടത്തി ജീവിക്കാൻ, ദാമ്പത്യ ജീവിതം എന്ന് പറയുന്ന അവരുടെ ലെസ്ബിയൻ പരിപാടിക്ക് സമ്മതം കൊടുക്കാൻ,
ഇതൊന്നും കൊടുത്തില്ലെങ്കിൽ മാതാപിതാക്കൾ വളരെ പരിഷ്കാരമില്ലാത്തവർ. മുമ്പൊരിക്കൽ ഞാൻ സൂചിപ്പിച്ചിട്ടുണ്ട്, ഈ കുട്ടി വളർന്നു വരുമ്പോ, ചെറിയ കുഞ്ഞാകുമ്പോ, കോണയിൽ കയറി ഇങ്ങനെ മുന്നോട്ട് പോകുമ്പോ സ്വതന്ത്രം കൊടുക്കണം എന്ന് കരുതിയിട്ട് മാതാപിതാക്കൾ കണ്ണടച്ചിരുന്നുവെങ്കിൽ അവളൊന്നിപ്പോ ചിലക്കാൻ ബാക്കിയുണ്ടാവില്ല. ഇവളുടെ 5-ാം വയസ്സിൽ കയ്യും പിടിച്ച് ഉമ്മ കൊണ്ടുനടക്കുമ്പോ നല്ല ടോറസ് വണ്ടി വരുന്നു, അതിന്റെ മുന്നിലേക്ക് ഓടാൻ വേണ്ടിയിട്ട് കുതറി ഈ പെൺകുട്ടി മുന്നോട്ട് പോകുമ്പോ ഉമ്മ സ്വാതന്ത്ര്യം കൊടുത്തിട്ടുണ്ടായിരുന്നെങ്കിൽ ഇന്ന് ഉമ്മാനെ ചീത്തറിയാൻ അവൾ ഉണ്ടാവില്ലായിരുന്നു. സ്വാതന്ത്ര്യം എന്ന് പറഞ്ഞാൽ എന്താണ്? സ്വാതന്ത്ര്യം എന്ന് പറഞ്ഞാൽ എന്താണ്? ഒരു കോഴിക്കുഞ്ഞിന്റെ സ്വാതന്ത്ര്യം എന്താണ്? നമ്മളൊരു കോഴിക്കുട്ടിയെ മേടിച്ചു, അതിന്റെ സ്വാതന്ത്ര്യം എന്താണ്? മുറ്റത്ത് കൂടി അങ്ങനെ ഇറക്കി വിടലാണോ? കാക്ക ഉണ്ടോയില്ലേ, എർലാടി ഉണ്ടോയില്ലേ, പരുന്തുണ്ടോയില്ലേ, കുറുക്കം പിടിക്കൂലേ? അതിന്റെ സ്വാതന്ത്ര്യം എന്ന് പറഞ്ഞാൽ കൃത്യമായ ചട്ടക്കൂടിൽ, കൃത്യമായ സുരക്ഷിതത്വമുള്ള കൂട്ടിൽ വെക്കുക എന്നുള്ളതാണ്. പെൺകുട്ടി തീർച്ചയായിട്ടും പലവിധ പീഡനങ്ങൾക്കും വിഷമങ്ങൾക്കും വിധേയയാവും. അത്തരം സന്ദർഭങ്ങളിൽ അവളുടെ സ്വാതന്ത്ര്യം എന്ന് പറഞ്ഞാൽ എന്താ? അവളുടെ സ്വാതന്ത്ര്യം എന്ന് പറഞ്ഞാൽ എന്താണ്? അവളെ ചിട്ടയോടുകൂടെ വളർത്തുക എന്നുള്ളത് എങ്ങനെയാണ് അസ്വാതന്ത്ര്യമാവുന്നത്? പക്ഷേ ഇതും പറഞ്ഞിട്ട് മാതാപിതാക്കളെ വഴക്ക് പറയാതൊരു ഇന്റർവ്യൂ ഇല്ലേ അവർക്ക്? ഇത്രയും പോറ്റി വളർത്തിയത്, ഇജ്ജാതി കളിയൊക്കെ കളിക്കാൻ അവർക്ക് വിദ്യാഭ്യാസം നൽകിയത് ഈ പാവപ്പെട്ട മാതാപിതാക്കൾ തന്നെയാണ്. അപ്പൊ നമ്മുടെ മക്കളുടെ കൂട്ടുകാരെ കുറിച്ച് നമ്മൾ പഠിക്കണം. സ്ഥിരമായി ഫോൺ വിളിക്കുന്നത് ആർക്കൊക്കെയാണെന്ന് നമ്മൾ കണക്കെടുക്കണം. നെറ്റ് സംവിധാനമുള്ള ഫോണോ കമ്പ്യൂട്ടറോ ഉണ്ടെങ്കിൽ അത് പൊതു ഇടങ്ങളിൽ വെച്ച് മാത്രം ഉപയോഗിക്കാൻ അവരെ പരിശീലിപ്പിക്കണം. പൊതു ഇടങ്ങളിൽ മാത്രം. നെറ്റ് സംവിധാനമുള്ള കമ്പ്യൂട്ടർ അല്ലെങ്കിൽ കമ്പ്യൂട്ടർ പോലത്തെ സാധനങ്ങൾ തന്നെ നമ്മുടെ ഡൈനിങ് ഹാളിൽ നല്ലൊരു സംവിധാനം ഉണ്ടാക്കിയിട്ട് അവിടെയാണ് പ്രതിഷ്ഠിക്കേണ്ടത്. പഠനാവശ്യാർത്ഥം കുട്ടികൾക്ക് അത് ആവശ്യമായി വരും. അപ്പോൾ അതവർ നോക്കണം, ഫയലുകൾ കോപ്പി എടുക്കണം, പ്രിന്റ് എടുക്കണം. അതൊക്കെ ഡൈനിങ് ഹാളിൽ നിന്നാക്കണം. സ്വകാര്യ റൂമിൽ വാതിലടച്ചു കുറ്റിയിട്ട് കമ്പ്യൂട്ടറോ മൊബൈലോ നോക്കുന്ന സംവിധാനം അനുവദിക്കരുത്. എന്തുകൊണ്ട്? നമ്മുടെ മുന്നിൽ നിരവധിയായ അനുഭവങ്ങളുണ്ട്. ഇതോടൊപ്പം നമ്മൾ ആവശ്യമുള്ള കോഴ്സുകളാണ് തിരഞ്ഞെടുക്കേണ്ടത്. മാതാപിതാക്കൾക്ക് തീരെ അതിലൊരു സ്വാധീനമില്ല എന്നൊന്നും പറയാൻ ഞാനാണല്ല. കാര്യങ്ങളൊക്കെ പഠിച്ച് ഇന്നതാണടാ നല്ലത് എന്ന് പറഞ്ഞു കൊടുക്കാനൊക്കെ പറ്റും. പക്ഷെ അതേ നീ ചെയ്യാവൂ എന്നും പറഞ്ഞ ഒരു കുട്ടിയുടെ ആറ്റിറ്റ്യൂഡിന് വിരുദ്ധമായി അവനെ കൊണ്ട് നല്ല ആർട്ട് വൈഭവമുള്ള ഒരു കുട്ടി, അവൻ നല്ല എഴുത്തുകാരനാവുമായിരുന്നു, കവിയാവുമായിരുന്നു, നല്ല അധ്യാപകനൊക്കെ ആവുമായിരുന്നു. പക്ഷെ അവനെ പിടിച്ച് സയൻസിൽ ചേർത്ത് ഡോക്ടറാക്കാൻ വേണ്ടി ഞെക്കി ഞാൻ ഈയിടെ ആലപ്പുഴയ്ക്ക് ഒരു സ്ഥലത്ത് പ്രസംഗിക്കാൻ പോയപ്പോൾ എന്നോട് ഒരു സഹോദരൻ വന്നിട്ട്, അദ്ദേഹം ജ്വല്ലറി നടത്തുന്ന സഹോദരൻ, അദ്ദേഹം എന്നോട് വന്നിട്ട് പറഞ്ഞ് വളരെ ഗൗരവത്തിൽ പറഞ്ഞെന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, മോനെ എങ്ങനെയെങ്കിലും ഒന്ന് MBBS പാസ്സാകാൻ നിങ്ങൾ ദ്വാരക്കണം. ഞാൻ ചോദിച്ചു എന്ത് സംഭവിച്ചു? അദ്ദേഹം പറഞ്ഞത് 8-9 കൊല്ലം ഇപ്പോൾ MBBS-നും പഠിച്ചുകൊണ്ടിരിക്കണമെന്നാണ്. അവൻ്റെ ജൂനിയേഴ്സൊക്കെ ഓൻ്റെക്കെന്നാണ് പഠിക്കണത് എന്നാണ്. ജൂനിയേഴ്സൊക്കെ വന്നിട്ട് മൂപ്പരിക്കത് മൊത്തം റെഡിയാണ്. ജൂനിയേഴ്സൊക്കെ മോൻ്റെ നിന്നാണ് പഠിക്കുന്നത്, പക്ഷെ ഓൻ മാത്രം പാസ്സാവണം. അപ്പൊ കുട്ടികളുടെ താല്പര്യത്തിനനുസരിച്ച് നമ്മൾ കോഴ്സുകൾ നിർബന്ധിപ്പിക്കണം. അതിന്റെ കാര്യങ്ങളൊക്കെ പഠിക്കാം. കുട്ടിയേക്കാൾ വിവേകം നമുക്കായിരിക്കും. എന്നിട്ട് ഇന്ന ഗുണമൊക്കെ ഉണ്ട് എന്ന് പറഞ്ഞു കൊടുക്കണം. കുട്ടിക്ക് ഒരു നിലക്ക് വലിയ താല്പര്യം അല്ലെങ്കിൽ നിർബന്ധിച്ച്, അല്ലെങ്കിൽ അമ്മ എന്നോട് പണങ്ങും, ഉമ്മ എൻ്റെ വീട്ടിലേക്ക് വിരുന്നുണ്ടാവില്ല, ഉമ്മാൻ്റെ വീട്ടിലേക്ക് ഇനി നമ്മൾ വിരുന്നു പോവില്ല എന്നൊക്കെ പറഞ്ഞ് ഭീഷണിപ്പെടുത്തിയിട്ടൊന്നും കോഴ്സിൽ എടുക്കരുത്. ആ കുട്ടിയുടെ മനസ്സൊന്നും ബാഹ്യമായ സമ്മർദ്ദമൊന്നും വരുമ്പോൾ കുട്ടി വല്ലാത്ത പീഡിതനായി മാറുന്നു. എല്ലാ കോഴ്സിനും അതിൻ്റെതായ മൂല്യങ്ങളുണ്ട്. നിങ്ങൾ ജോലിയില്ലാത്ത ഡോക്ടർമാരൊന്നൊന്ന് വെറുതെ ഗൂഗിൾ ചെയ്ത് നോക്കൂ, എത്ര 1000-ന് കിട്ടുമെന്നറിയാമോ നിങ്ങൾക്ക്? ജോലിയില്ലാത്ത എഞ്ചിനീയർമാരൊന്ന് കേരളത്തിലൊന്ന് സെർച്ച് ചെയ്ത് നോക്കൂ, 40-45,000-ഓളം ഉണ്ട്. 45,000-ഓളം ഉണ്ട്. അതിൽ BDS ഡോക്ടർമാരുടേത് വേറുണ്ട്. എല്ലാവരും ഡോക്ടർമാരാവണമെന്ന് ആര് പറഞ്ഞു? എഞ്ചിനീയർ ആവണമെന്ന് ആര് പറഞ്ഞു? ഇപ്പൊ ഓസ്ട്രേലിയയിലൊക്കെ ഡോക്ടറും എഞ്ചിനീയറും ഒക്കെ അല്ല പ്രാധാന്യം, അവിടെ നിയമവിദഗ്ധനാണ് പ്രാധാന്യം. LLB LLM ഒക്കെ പഠിക്കാനാണ് അവിടെ കുട്ടികളെ മാതാപിതാക്കൾ സമ്മർദ്ദം ചെലുത്തുക. കാലിക്കറ്റ് യൂണിവേഴ്സിറ്റിയുടെ ഏകദേശം 26-27 കൊല്ലത്തെ മേധാവിയായിരുന്ന കുറുപ്പ് ചരിത്രമാണല്ലോ പഠിച്ചത്. ഡോക്ടർ വേണം, ഞാൻ പറഞ്ഞല്ലോ നേരത്തെ. അപ്പൊ കുട്ടികളുടെ താല്പര്യം കൂടിയും പരിഗണിച്ച് നമുക്ക് ബന്ധപ്പെടാൻ പറ്റുന്ന ഹോസ്റ്റലുകളിൽ നിർത്തുകയാണെങ്കിൽ നമുക്ക് ബന്ധപ്പെടാൻ പറ്റുന്ന ഹോസ്റ്റലുകൾ നിർത്തി. ഇപ്പൊ ബാംഗ്ലൂരിലൊക്കെ SSF-ന്റെ ധാരാളം ഹോസ്റ്റലുകൾ ഉണ്ടായിരുന്നു. അതിലൊക്കെ ക്ലാസ് എടുക്കാനും പലപ്പോഴും ഞാൻ പോയിട്ടുണ്ട്.
ക്ലാസ് എടുക്കാതെ അവരെ നോക്കിങ്ങനെ സന്തോഷം കൊണ്ട് കരഞ്ഞിരിക്കാൻ തോന്നാറുണ്ട്. ആലോചിച്ച് നോക്കുക, ബാംഗ്ലൂരിലൊരു ടൗണിൽ ഒരു വാടക കെട്ടിടത്തിട്ട് അതിൽ ഹോസ്റ്റൽ നടത്തണമെങ്കിൽ നല്ല പൈസ കൊണ്ടുവരും. ബാംഗ്ലൂരിലൊരു വാടക കെട്ടിടം എടുക്കുക ടൗണിൽ തന്നെ, എന്നിട്ട് അതിൽ ഹോസ്റ്റൽ നടത്തുക, അതിൽ ഭക്ഷണത്തിന് തുടങ്ങി എല്ലാ വിഷയത്തിനും നല്ല ചിലവ് വരും. അപ്പോൾ ഹോസ്റ്റലിന് പൈസ കൊടുക്കേണ്ടി വരും. ഏതായാലും കോഴ്സ് പഠിപ്പിക്കാൻ വിടല്ലേ, അവിടെ ചേർക്കാനുള്ള സംവിധാനം കൂടി നമ്മൾ ഉണ്ടാക്കണം. ഒരു പ്രാവശ്യം ക്ലാസ് എടുക്കാൻ പോയി ഞാൻ, രാവിലെ ഒരു സുബൈ വാങ്ങെടുക്കുന്നതിൻ്റെ ഇത്തിരി മുന്നെയാണ് അവിടെ എത്തിയത്. അവർ പറഞ്ഞു വേണമെങ്കിൽ ഒന്ന് ഉറങ്ങാം, രാത്രി ബസ്സിൽ ഫുള്ള് യാത്ര ചെയ്തല്ലേ. ഞാൻ പറഞ്ഞു വേണ്ട, ഞാൻ പള്ളിയിലേക്ക് വരാം. അപ്പോൾ ഉറങ്ങണതിനൊരു അർത്ഥമല്ലല്ലോ. ഞാനാണ് ഈ ബസ്സിലൊക്കെ ഞാൻ സഞ്ചരിച്ചുകൊണ്ട് അന്ന് രാത്രി നിസ്കരിച്ചിട്ടൊന്നുമില്ല. ഏകദേശം ഒരു അരമണിക്കൂർ മുമ്പ് ഞാൻ ആ പള്ളിയിലേക്ക് എത്തിയപ്പോൾ നിങ്ങൾ വിശ്വസിക്കുമെന്ന് എനിക്കറിയില്ല, MBBS അടക്കം വിവിധങ്ങളായ കോഴ്സിന് പഠിക്കുന്ന കുറേ കുട്ടികൾ, കുറേ ഖുർആൻ ഓതുന്നു, കുറേ നിസ്കരിക്കുന്നു, കുറേ തസ്ബീഹുമാലായിട്ട് ദിക്റും ചൊല്ലി നടക്കുന്നു. പിന്നെ അവരൊന്ന് പരിചയപ്പെട്ടപ്പോഴാണ് അവരൊക്കെ പഠിക്കുന്ന കോഴ്സുകളുടെ വലിപ്പം എനിക്ക് മനസ്സിലായത്. എന്നിട്ട് ഇവരെ പോലത്തെ 100-200 ഇരുന്നിട്ട് ക്ലാസ് തുടങ്ങിയപ്പോൾ സത്യമായിട്ടും എനിക്ക് വാക്ക് കിട്ടാതെ. കാര്യം സുബൈൻ്റെ കുറേ മുന്നേ വന്ന് നിസ്കരിച്ച് പ്രാർത്ഥന നടത്തി ഖുർആൻ ഓതി ദിക്ർ ചൊല്ലി ഇരിക്കുന്ന ഭൗതികന്മാരാവുന്ന കുറേ ആളുകൾ. അതല്ലെങ്കിൽ നമ്മുടെ നാട്ടിലൊക്കെ ഉള്ള സംവിധാനങ്ങൾ ഉപയോഗപ്പെടുത്തണം. ദഅവാ കോളേജുകൾ, വിവിധങ്ങളായ ഡിഗ്രി പഠിക്കാം, അതോടൊപ്പം ഒരു സഖാഫിയെ പോലെയുള്ള ഒരു മതബൗദ്ധിക വിദ്യാഭ്യാസവും നേടാം. നല്ല നല്ല ദർസുകൾ, വിവിധങ്ങളായ കോഴ്സുകൾ പഠിക്കാം. എന്നല്ല, ഒരു സാധാരണഗതിയിൽ ഒരു PG പഠിക്കുന്ന കുട്ടി പഠിക്കുന്ന കാലാവുമ്പോഴേക്ക് വിവിധങ്ങളായ ഡിഗ്രികളും PGകളും അനുബന്ധ വിദ്യാഭ്യാസങ്ങളും നേടുന്ന എത്ര മൂല്യരട്ടികളുണ്ട്. ഇതുപോലെ ഞാൻ കടുങ്ങാത്തുണ്ടിൽ ഒരു ക്ലാസ് എടുത്തപ്പോൾ ഒരു വീട്ടിൽ ഒരു ഉസ്താദെങ്കിലും വേണമെന്നുള്ള രീതിയിൽ സംസാരിച്ചപ്പോൾ മുമ്പൊരിക്കൽ അവിടെ തന്നെ സൂചിപ്പിച്ചു തോന്നുന്നുണ്ട്. ഫുൾ A+ കിട്ടിയ കുട്ടിയെ പിടിച്ചിട്ട് എൻ്റെ അടുത്ത് കൊണ്ടുവന്നു, പിന്നെ എവിടെ ഞങ്ങൾ ചേർക്കി, നിങ്ങളാ പറഞ്ഞ മാതിരി ആവണമെന്ന് പറഞ്ഞൊരു രക്ഷിതാവ്, ഒരു ചെറുപ്പക്കാരൻ, നല്ല ബിസിനസ്സുകാരൻ, നല്ല സമ്പന്നൻ. എൻ്റെ വീട്ടിലേക്ക് ഒരു പ്രാവശ്യം എന്തോ ഒരു ഫംഗ്ഷൻ ഉണ്ടായിട്ട് ഞാൻ കുടുംബസമേതം ചെന്നപ്പോൾ അവിടെ ഇറങ്ങിയപ്പോൾ എൻ്റെ ചെറിയ മോഹം കോടീശ്വരന്മാരാണല്ലോ എന്ന് പറഞ്ഞു അവരുടെ വീട് കണ്ടിട്ട്. അങ്ങനെ എനിക്ക് മനസ്സിലായതാണ്, ഇപ്പോൾ വീടൊക്കെ കണ്ടാൽ മനസ്സിലാവുന്നതാണ്. അപ്പം അത്രക്ക് സമ്പന്നൻ, നല്ല ഉഷാറുള്ള ചെക്കൻ. ആ കുട്ടി നമ്മുടെ മഴദിന് പഠിക്കുന്നുണ്ട്. അവൻ +2 സയൻസിൽ പിന്നെ ഫുൾ A+ നേടി. ഇപ്പോൾ ഡിഗ്രിയിലും അവൻ നല്ല രീതിയിൽ ഡിഗ്രിയിൽ ഒരു മൈക്രോബയോളജി എന്തോന്ന് അവൻ പാസ്സായി. ഇനിയിപ്പോൾ MSc ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അതിനുള്ള സംവിധാനങ്ങളുണ്ട്, നല്ല മൂല്യവൃത്തിയാണ്. എന്നോടൊപ്പം ഒരു ഉംറക്ക് പോയിരുന്നു. അന്ന് എൻ്റെ ഫാദർ-ഇൻ-ലോ ഉണ്ടായിരുന്നു ഒരു ഉസ്താദ്, നിങ്ങൾ പലരും അറിയുന്നത്. അദ്ദേഹം പിന്നെ ഈ കുട്ടിയെ പറ്റി പലപ്പോഴും പറയും, എന്തൊരു അച്ചടക്കമുള്ള കുട്ടിയെന്ന്, എന്തൊരച്ചടക്കമുള്ള കുട്ടി. ഓൻ MSc പഠിച്ചിട്ടും അച്ചടക്കം പോയില്ലേ. MSc പഠിക്കുമ്പോൾ ശരിക്കും അറിയേണ്ടതാണ് വാപ്പൻ എങ്ങനെ കൊല്ലുക, ഏതാണ് ഉപയോഗിക്കാന്ന്. പക്ഷെ വാപ്പാന്റെ മുന്നിൽ അവൻ നേരാമണ്ണൊന്നും എണീറ്റ് നിൽക്കൂല. എന്തേ കാര്യം? അവൻ ദീനു കൂടെ പഠിച്ചു എന്നുള്ളതാണ്. കൊടുവള്ളിയിലെ കുട്ടികൾ പഠിച്ചത് വെറും ഭൗതികതയായിരുന്നു. അതുകൊണ്ടാണ് വാപ്പയുടെ മുഖത്ത് അമർത്തി വെക്കുമ്പോൾ വാപ്പ പടച്ചു കളിച്ചപ്പോൾ അനുജൻ അയാളുടെ കാലുമ്മ കയറിയിരുന്നിട്ട് ആ പെടക്കല് നിർത്തിയത്. പക്ഷെ കുട്ടി MSc പഠിച്ചു, എല്ലാ ക്ലാസ്സിലും ഫുൾ A+ നേടി അവൻ MSc പഠിച്ചു. എന്നിട്ട് അവൻ എങ്ങനെ വാപ്പനെ കൊല്ലണം എന്ന് ആലോചിച്ചില്ല എന്നല്ല, വാപ്പയുടെയും ഉമ്മയുടെയും മുന്നിൽ ഒന്ന് നിവർന്നു നിൽക്കാതെ ബാക്കിൽ തന്നെ സഞ്ചരിക്കാൻ അവൻ ശീലിച്ചു. അവനെക്കുറിച്ച് മറ്റുള്ളവർ പറഞ്ഞു, എന്തൊരു നല്ല അച്ചടക്കമുള്ള കുട്ടി, എന്തൊരു വിനയുള്ള കുട്ടി. എത്രയോ വിദ്യാഭ്യാസം ഉണ്ടായിട്ടും ആ കുട്ടി എത്ര മര്യാദക്കാരൻ. എന്തുകൊണ്ട്? അവൻ പഠിച്ചത് ഭൗതികത മാത്രമല്ലായിരുന്നു, മതം കൂടെയായിരുന്നു. ഇതുകൊണ്ടാണ് ആദർ ടു വെല്ലസ്ലി മതം പഠിപ്പിക്കാതെ, മോറൽ വിദ്യാഭ്യാസം നൽകാതെ ഒരു കുട്ടിയെ നിങ്ങൾ ഭൗതികമായി മാത്രം വളർത്തിയാൽ അവനെ ബുദ്ധിമാനായ ഒരു ചെകുത്താനാക്കാൻ പറ്റുമെന്ന് പറഞ്ഞത്. ഇസ്ലാം വിജ്ഞാനത്തിന് വലിയ പ്രാധാന്യം നൽകിയിട്ടുണ്ട്. നമ്മളൊക്കെ നിരന്തരമായി പഠിച്ചുകൊണ്ടിരിക്കണം. സുന്നി വോയിസിലൊരു ഫിഖ്ഹിന്റെ ലേഖനം വായിക്കുന്നത് നിങ്ങൾ 2-4 ഒക്കെ റക്അത്ത് സുന്നത്ത് നിസ്കരിക്കുന്നതിനേക്കാൾ പ്രാധാന്യമുള്ളതാണ്. മാനവി അവിടുത്തെ പ്രസിദ്ധ ഗ്രന്ഥം മിൻഹാജിന്റെ ആമുഖത്തിൽ അങ്ങനെയാണ് പറയുന്നത്, ഇന്നൽ ഇസ്തിഗാല ബിൽ ഇൽമി വ മിൻ അഫ്ളലി ത്വാഅതി വ ഔലാ മാ ഉൻഫിഖത് ഫീഹി നഫായിസുൽ ഔഖാതി.
ഈ ഇൽമു പഠനവുമായിട്ട് വ്യാപൃതനാവുക എന്ന് പറഞ്ഞാൽ ഹുവ മിൻ അഫ്ളലി ത്വാഅത്തി, അത് ഏറ്റവും ശ്രേഷ്ഠമായ ആരാധനയാണ്. വ ഉലമാ ഉൻഫിഖത് ഫീഹി നഫായിസുൽ ഔഖാത്തി, അമൂല്യങ്ങളായ സമയം ചെലവഴിക്കാൻ ഏറ്റവും യോഗ്യമായതും അതാണ് ഇൽമിൽ കൂടുക എന്നുള്ളത്. അതുകൊണ്ടാണ് ഇൽമിൽ നിന്നുള്ള ഒരു മസ്അല പഠിക്കുന്നത് 1000 റക്അത്ത് നിസ്കാരങ്ങളെക്കാളും ശ്രേഷ്ഠമാണെന്ന് തസൂഫിന്റെ ഗ്രന്ഥങ്ങളിൽ പറയുന്നത്. അപ്പോൾ ആദർശപരമായൊരു ഇൽമു പഠിച്ചുകൊണ്ടിരിക്കുക, മസ്അലപരമായൊരു ഇൽമു പഠിച്ചുകൊണ്ടിരിക്കുക, നിസ്കാരത്തെക്കുറിച്ചൊക്കെ നിരന്തരം ആലോചിക്കുക, നമ്മുടെ ഫാത്തിഹ ഓത്തിനെ കുറിച്ച് ആലോചിക്കുക. ഞാൻ ഇന്നലെ വിട്ടൊരു വോയിസ് വേണമെങ്കിൽ ഞാൻ നിങ്ങൾ വെല്ലുവിളിച്ചാൽ കേൾപ്പിച്ചു തരാം. ഒരാൾ ഫാത്തിഹ ഓതി നിസ്കരിക്കുന്നത് കേട്ടതാണ്. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. അത് നിങ്ങൾ അറിയാൻ വേണ്ടി മാത്രം ഞാൻ അങ്ങനെ ഓതുന്നത്, അങ്ങല്ലാതെ എനിക്കത് ഓതാൻ പറ്റൂല, ആക്കിയിട്ട് ഓതാൻ പറ്റൂല എന്ന് മാത്രമല്ല. ഇഹ്ദിനശ് ശിറാത്തൽ മുസ്തഖീം ശിറാത്തൽ ലദീന അൻഅംത അലൈഹിം. ഒരു മുത്തം മനുഷ്യൻ എത്ര കാലപ്പത് ഓതിയിട്ടുണ്ടോ? ആരും ഇത് തിരുത്തിയില്ലേ? എന്തേ പറ്റിയെന്ന് എനിക്കറിയില്ല. ഞാനെന്തായാലും തിരുത്തി, കേട്ടിട്ട് വയ്യാണ്ടായി. നമ്മുടെ ഫാത്തിഹ അങ്ങനെയാണെന്ന് ആലോചിക്കണ്ടേ? ഏറ്റവും ചുരുങ്ങിയത് ഫാത്തിഹയും ആദ്യത്തെ അല്ലാഹു അക്ബറും പിന്നെ അത്തഹയ്യാത്തിലെ സ്വലാത്ത് വരെയുള്ള ഭാഗവും ഒന്നാമത്തെ അസ്സലാമു അലൈക്കും എന്നുള്ളതും ശുദ്ധമായ രീതിയിൽ പറഞ്ഞില്ലെങ്കിൽ നമ്മുടെ നിസ്കാരം ബാത്തിലാകും. ഇടക്കുള്ള ദിക്റുകളൊന്നും നിങ്ങൾ പറഞ്ഞില്ലെങ്കിലും വേണ്ടില്ല, ഇടക്കുള്ള ദിക്റുകളൊന്നും നിങ്ങളൊന്നും പറഞ്ഞില്ലെങ്കിലും വേണ്ടില്ല. ഈ 4 കാര്യങ്ങളാണ് ഖൗലിയായിട്ടുള്ള വാജിബ്. നമ്മളിങ്ങനെ കയറി ചെന്നിട്ട് നെയ്യത്തൊക്കെ വെച്ചിട്ട് അല്ലാഹു അക്ബർ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഹംസില്ലല്ലോ. നമ്മൾ കയറിയിട്ട് അല്ലാഹു അക്ബർ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഹംസില്ല. എവിടുന്നാ തുടങ്ങണത്? അല്ലാഹു അക്ബർ ആണല്ലോ സംഭവം. അപ്പൊ നമ്മുടെ വിജ്ഞാനം നിരന്തരം അപ്ഡേഷൻ ചെയ്യണം. ഇത്തരം ക്ലാസ്സുകളിൽ അങ്ങനത്തെ തജ്വീദൊന്നും കയറാൻ കഴിയില്ല. ഞാൻ തജ്വീദുള്ള ചില മസാലകളൊക്കെ പറഞ്ഞ് അടുത്ത പ്രാവശ്യങ്ങൾ പഠിച്ചു വരണമെന്നും പറഞ്ഞ് പിറ്റത്തെ ദിവസം ഒരാളെ കൊണ്ട് ചൊല്ലിപ്പിച്ചിട്ടുണ്ടെങ്കിൽ അതിന്റെ പിറ്റത്തെ പ്രാവശ്യം അയാൾ വരൂല. അപ്പൊ നമ്മുടെ പ്രാദേശികമായ നമ്മുടെ ഉസ്താദുമാരാവുന്ന സുഹൃത്തുക്കളെ, നമ്മുടെ നാട്ടിലെ ഖത്തീബിനെ, നാട്ടിലെ ഇമാമിനൊക്കെ ഉപയോഗപ്പെടുത്തി ഫാത്തിഹ അത്തഹയ്യാത്ത് ഞാനീ പറഞ്ഞ 4 കാര്യങ്ങളെങ്കിലും കൃത്യമായി ചൊല്ലാൻ നമ്മൾ പഠിക്കണം. അപ്പോൾ നമുക്ക് മനസ്സിലാകും ഒരു മസ്അല പഠിക്കൽ 1000 റക്അത്ത് നിസ്കരിക്കുന്നതിനേക്കാൾ ശ്രേഷ്ഠമാണെന്ന്. കാരണം ഒരു മസ്അല പഠിച്ചാൽ നിസ്കാരം മൊത്തം റെഡിയാകും. ആ മസ്അല പഠിച്ചിട്ടില്ലെങ്കിൽ 1000 റക്അത്ത് നിസ്കരിച്ചിട്ട് ഒരു കാര്യമൊന്നും ഉണ്ടാവില്ല. അപ്പോൾ വിജ്ഞാനത്തിന് വലിയ പ്രാധാന്യമുണ്ട്. ഭൗതികമായ വിജ്ഞാനം പരമാവധി നേടാൻ നമ്മുടെ മക്കൾക്ക് സഹായം ചെയ്തു കൊടുക്കണം. അത് ധാർമ്മികമായി നടത്താനുള്ള സംവിധാനങ്ങളെ പ്രത്യേകം നമ്മൾ പ്രോത്സാഹിപ്പിക്കുകയും വേണം. നമ്മുടെ ദർസിലൊക്കെ കുട്ടികൾ നമുക്കറിയാലോ, അവർ പഠിച്ചുകൊണ്ടിരിക്കുന്നത് പല രീതിയിലുള്ള കോഴ്സുകളാണ്. അല്ലാഹു അവർക്കൊക്കെ ബർക്കത്ത് നൽകുമാറാവട്ടെ. അവരെ സ്നേഹിക്കാൻ നമ്മൾ ബാധ്യസ്ഥരാണ്, അവർക്ക് വേണ്ട സഹായം ചെയ്യാൻ നമ്മൾ ബാധ്യസ്ഥരാണ്. കാരണം അവർ ദീനിൻ്റെ കാവൽക്കാരാണ്. എല്ലാ അർത്ഥത്തിലും ലാവിഷായി ജീവിക്കുന്നവരുടെ കൂട്ടുകാർക്കിടയിൽ ഒതുങ്ങി അച്ചടക്കം വെള്ള ഡ്രസ്സ് ധരിച്ച് ഉസ്താദുമാര് പറയണത് അപ്പടി സ്വീകരിച്ച്, ഉസ്താദുമാര് ലീവ് എടുക്കുമ്പോൾ മാത്രം പള്ളിയിൽ നിന്ന് പുറത്തിറങ്ങി കിതാബുകളുമായി ചർവണം നടത്തി നന്നായിട്ട് അധ്വാനിച്ചുകൊണ്ടിരിക്കുന്നവർ, അവർക്ക് വേണ്ടി മാത്രമല്ല അവർ അധ്വാനിക്കുന്നത്. അവർക്ക് വേണ്ടി അധ്വാനിക്കുകയാണെങ്കിൽ അവർക്ക് ഏതെങ്കിലും ഒരു തൊഴിലധിഷ്ഠിത കോഴ്സിന് പോയാൽ മതി, പെട്ടെന്ന് പരിപാടിയായിരിക്കും. അവർ സമൂഹത്തിന് വേണ്ടിയും ദീനിന് വേണ്ടിയും നമുക്കൊക്കെ വേണ്ടിയും നമ്മുടെ ഭാവിക്ക് വേണ്ടിയും നമ്മുടെ മക്കൾക്ക് വേണ്ടി അധ്വാനിക്കണവരാണ്. അതുകൊണ്ട് അവരോട് ഇഷ്ടം വേണം, അവരോട് കാരുണ്യം വേണം, അവർക്ക് വേണ്ട കാര്യങ്ങളൊക്കെ നിർവഹിച്ചുകൊണ്ടിരിക്കണം. അങ്ങനെ നമ്മളെയും നമ്മുടെ മക്കളെയും സംരക്ഷിക്കാനും കേവലം വിദ്യാഭ്യാസം എന്നും പറഞ്ഞ് സ്കൂളിൽ ചേർക്കണ സമയത്ത് മാത്രം സ്കൂളായിട്ട് ബന്ധമുണ്ടായി. കാരണം ചേർക്കാൻ രക്ഷിതാവ് കൊണ്ടുപോയി. പിന്നെ TC വാങ്ങാൻ വേണ്ടി 10 കഴിഞ്ഞിട്ട് മാത്രം സ്കൂളിലേക്ക് പോകുന്ന അത്ര സ്കൂളായിട്ടൊരു ബന്ധമില്ലാത്ത രക്ഷിതാക്കളായിട്ട് മാറരുത്. നിരന്തരമായി ആവശ്യത്തിനൊക്കെ ബന്ധപ്പെടണം, അധ്യാപകരുമായി ബന്ധപ്പെടണം, ടീച്ചറുമായി ഹെഡ്മാഷുമായി ബന്ധപ്പെടണം. അങ്ങനെ കുട്ടികൾക്ക് നമ്മുടെ ശ്രദ്ധയുണ്ടെന്ന ബോധം വരണം. അങ്ങനെ അവർ നല്ലവരായി ധർമ്മനിഷ്ഠരായി വളരണം. അല്ലാഹു തൗഫീഖ് നൽകുമാറാവട്ടെ. നമ്മെയും നമ്മുടെ വിദ്യാർത്ഥികളെയും നമ്മുടെ മക്കളെയും നമ്മളോട് ബന്ധമുള്ളവരെയും ഇരുലോകത്ത് ഉപകാരമുള്ളവരായി അള്ളാഹു വളർത്തി തരുമാറാവട്ടെ. നമ്മിൽ നിന്ന് വന്ന എല്ലാ ഭാഗങ്ങളും അള്ളാഹു വിട്ടുപുറത്ത് മാപ്പാക്കട്ടെ. നേരത്തെ പറഞ്ഞതുപോലെ നമ്മുടെ സഹോദരന്മാർ, നമ്മുടെ ക്ലാസ്സിലെ മെമ്പർമാരടക്കം
പലരും വിശുദ്ധ ഭൂമികളിലെത്തി, ചിലർ മദീനയിലാണ്, ചിലർ മക്കയിലാണ്. എല്ലാ കർമ്മങ്ങളും അനുഷ്ഠിച്ച് സന്തോഷത്തോടുകൂടെ മടങ്ങി വരാൻ അവർക്കൊക്കെ അള്ളാഹു തൗഫീഖ് നൽകുമാറാവട്ടെ. പ്രത്യേകിച്ച് മുസ്തഫ മാസ്റ്റർ പ്രത്യേകം ദ്വാരക്കാൻ നമ്മളെ ഏൽപ്പിച്ചിട്ടുണ്ട്. അദ്ദേഹത്തിനും അദ്ദേഹത്തിൻ്റെ ഭാര്യ കൂടെയുണ്ട്, മറ്റ് പലരും കൂടെയുണ്ട്. എല്ലാവർക്കും അള്ളാഹു ഇസ്സത്തും ഇഫത്തും ആരോഗ്യവും നൽകുമാറാവട്ടെ. നിരവധി ആളുകൾ നമ്മുടെ സദസ്സിൽ നിന്ന് ഹജ്ജിന് പോകാൻ സമയം കാത്തിരിക്കുന്നവരുണ്ട്. പടച്ച റബ്ബേ, എല്ലാവർക്കും നീ തൗഫീഖ് നൽകണേ തമ്പുരാനെ, ആഫിയത്തേകണേ തമ്പുരാനെ. സന്തോഷത്തോടുകൂടെ ആത്മസംതൃപ്തിയോടുകൂടെ കർമ്മങ്ങളെല്ലാം ചെയ്ത് വളരെ ആരോഗ്യത്തോടുകൂടെ കുടുംബത്തിലേക്കും ഞങ്ങളിലേക്കും മടങ്ങി വരാൻ അവർക്ക് തൗഫീഖ് നൽകണേ തമ്പുരാനെ. ഹജ്ജിന് പോണ യാത്ര പറയുമ്പോൾ ഇതുവരെ ഒന്നും കണ്ടിട്ടില്ല, അവിടെ എത്താൻ വേണ്ടി ദ്വരക്കണം എന്ന് പറയുന്ന കുറേ ആൾക്കാരുണ്ട്. എൻ്റെ പകരങ്ങൾ പോയിക്കോളി എന്ന് പറയാൻ തോന്നും, പക്ഷെ അതിനൊന്നും നിയമപ്രകാരം പറ്റൂലല്ലോ. അത്തരം കുറേ പാവങ്ങളുണ്ട് നമ്മുടെ സദസ്സിലും വേറെ കുറേ സദസ്സിലും. എൻ്റെ ഒരു പഴയ സുഹൃത്തിന് ആരോഗ്യപരമായി കാലൊക്കെ ഈ ഷുഗർ കൂടി മുറിച്ച് ഇടങ്ങാറായി, കണ്ണിൻ്റെ കാഴ്ചയൊക്കെ പോയ എൻ്റെ ഒരു സുഹൃത്തിനെ കാണാൻ ഞാൻ പോയി ഹജ്ജ് യാത്രയുടെ മുന്നോടിയായിട്ട്. അയാൾ വലിയ സന്തോഷത്തിലൊക്കെ സ്വീകരിച്ച് ഓരോറ്റ കരച്ചിലാണ്, ഇതുവരെ ഞാൻ റൗളൊന്നും കണ്ടിട്ടില്ല എന്നും പറഞ്ഞിട്ട്. പാവം, ഇതുവരെ എനിക്ക് കഅബൊന്നും കാണാൻ പറ്റിയിട്ടില്ല എന്നും പറഞ്ഞിട്ട്. അങ്ങനെ കുറേ ആളുകളുണ്ട്. പടച്ചോനെ, സമീപ ഭാവിയിൽ അവർക്കൊക്കെ നീ തൗഫീഖ് നൽകണേ തമ്പുരാനെ. അതിനെന്ത് തടസ്സമാണ് അവരുടെ മുമ്പിലുള്ളതെങ്കിൽ നീ അതൊക്കെ ഒഴിവാക്കി കൊടുക്കണേ തമ്പുരാനെ. നേരത്തെ ഞാൻ പറഞ്ഞ സഹോദരൻ്റെ കാലിൻ്റെ അസുഖം, കണ്ണിൻ്റെ അസുഖം ഒക്കെ സുഖപ്പെടുത്തി നീ പരിശുദ്ധ റൗളയിലും കഅബയിലും ഒരു പ്രാവശ്യമെങ്കിലും അദ്ദേഹത്തെ എത്തിക്കണേ തമ്പുരാനെ. അങ്ങനെയുള്ള നിരവധി ആളുകൾ ഈ സദസ്സിലുണ്ട്, നമ്മുടെ ബന്ധുക്കളിലൊക്കെ ഉണ്ട്. പഠിച്ചവരെ സാമ്പത്തിക തടസ്സമാണെങ്കിൽ, ആരോഗ്യ തടസ്സമാണെങ്കിൽ, നിയമപരമായ തടസ്സമാണെങ്കിൽ എല്ലാം നീക്കാനാവുന്ന പടച്ച റബ്ബേ, അവർക്കൊക്കെ നീ അവരുടെ തടസ്സങ്ങൾ നീക്കി തൗഫീഖ് നൽകണേ തമ്പുരാനെ. ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار آمين برحمتك يا أرحم الراحمين. السلام عليكم.